ചില ദിവസങ്ങളായിട്ട് ശരീരത്തിന് അല്പമല്ലാത്ത ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരു സമയമാണ്. അതിൻ്റെതായ ഒരു ക്ഷീണം ശരീരത്തിനുണ്ടെങ്കിലും, കൂടാതെ ദീർഘദൂരം ഡ്രൈവ് ചെയ്താണ് ഞാൻ കുടുംബമായി വൈഫ് കൊണ്ട് ഞങ്ങൾ വന്നിട്ടുള്ളത്. എന്നിരുന്നാലും പ്രാർത്ഥനയോടെ നിങ്ങൾ വചനം കേൾക്കണമെങ്കിൽ തീർച്ചയായും വചന ശുശ്രൂഷ ഒരു വിടുതലായിരിക്കും. അതിവിടെ ഇരിക്കുന്ന നമുക്ക് മാത്രമല്ല, ദേശത്തിനും സമഗ്രമായി ദൈവ സാന്നിധ്യം അനുഭവേദ്യമാകേണ്ടതിന് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഒരു വചനഭാഗം നിങ്ങളിൽ ഒരാൾ വായിച്ച് സഹായിക്കുന്നത് ഉചിതമായിരിക്കും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 9-10 വചനങ്ങൾ നമുക്ക് വായിക്കാം. മതി. അനുഗ്രഹിതമായ കർത്തൃപ്രാർത്ഥന എന്ന് സമൂഹം വിളിക്കുന്ന ഒരു ഭാഗമാണ് വായിച്ചത്. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, പഠിപ്പിച്ചു, നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പി: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം മഹത്വീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞാൻ ഈ കർത്തൃപ്രാർത്ഥന എന്ന പേരിലുള്ള കർത്താവ് പഠിപ്പിച്ച ഈ പ്രാർത്ഥനയെപ്പറ്റി നിരവധി ഇടങ്ങളിൽ പ്രസംഗിച്ചിട്ടുണ്ട്, ക്ലാസ് എടുത്തിട്ടുണ്ട്. ഇതിലെന്താണ് ഒരു പ്രസംഗമുള്ളതെന്ന് ആളുകൾ പലപ്പോഴും ചിന്തിക്കാറുമുണ്ട്. ഞാൻ ആ ഉള്ളടക്കത്തിലേക്ക് വരുന്നതോടൊപ്പം ഈ കാലത്ത് വളരെ പ്രസക്തിയുള്ള ഒരു പ്രശ്നത്തെ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് അവതരിപ്പിക്കേണ്ടതുണ്ട്. നമ്മുടെ സാമൂഹ്യ മാധ്യമ രംഗത്ത് ഏറെ പ്രസക്തമായ ചില ചർച്ചകൾ നടക്കുന്നുണ്ട്. അത് സിനിമയെ പറ്റിയുള്ളതല്ല എന്നെ സംബന്ധിച്ചിടത്തോളം. അതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയാനും ഞാൻ ആളല്ല. എന്നാൽ ആദരണീയനായ SNDP യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവർകൾ വളരെ ശ്രദ്ധേയമായൊരു പ്രസ്താവന നടത്തുകയുണ്ടായി. അടുത്ത പെന്തക്കോസ്ത് സഭകൾ പണം മുടക്കി അല്ലെങ്കിൽ പണം കൊടുത്ത് ആളുകളെ, വിശേഷിച്ച് ഹിന്ദു സഹോദരങ്ങളെ മതം മാറ്റുന്നു എന്ന ഗുരുതരമായ ഒരാരോപണമാണ്. ഇതിനോട് പ്രതികരിച്ചുകൊണ്ട് മിക്ക ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകളും മറുവശത്ത് ധാരാളമായിട്ടുള്ള സഭാ നേതൃത്വത്തിലെ പ്രധാനികളുമൊക്കെ പ്രതികരിച്ചു. പാസ്റ്റർ കുര്യാക്കോസ് കുടുക്കച്ചിറ അല്പം കൂടി മുമ്പോട്ട് കടന്ന് പ്രിയ വെള്ളാപ്പള്ളി നടേശനുമായി സുദീർഘ നേരം സംസാരിക്കുകയും അദ്ദേഹത്തിൻ്റെ ആ കാഴ്ചപ്പാടെന്തെന്ന് അറിയാൻ ശ്രമിക്കുകയും അടുത്ത ദിവസം നേരിട്ട് കാണാനുള്ള ഒരു സംവിധാനം കൂടി, ഒരു അപ്പോയിൻമെന്റ് എടുക്കുകയുണ്ടായി. അതൊക്കെ അതിൻ്റെ വഴിക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. അദ്ദേഹത്തോട് പ്രതികരിച്ചുകൊണ്ട് ധാരാളം കമന്റുകൾ കണ്ടു. ചില കമന്റൊക്കെ വളരെ മോശമാണ്. അതൊന്നുമല്ല മര്യാദ. മറ്റൊന്ന്, അതോട് ബന്ധപ്പെട്ട് ചിലർ പറഞ്ഞു അദ്ദേഹം മാപ്പ് പറയണം. അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല, ആവശ്യമില്ലാത്ത കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നതിനപ്പുറത്ത് അദ്ദേഹത്തിന് ബോധ്യം വരുമ്പോഴാണ് പ്രസ്താവന പിൻവലിക്കേണ്ടത്. പ്രസ്താവനയിലെ ആരോപണം അല്പം ഗുരുതരമായതുകൊണ്ട് ഞങ്ങൾക്കും മറുപടി പറയേണ്ടി വരുന്നു എന്നത് ബഹുജനങ്ങൾ ക്ഷമിക്കും എന്ന് കരുതുകയാണ്. ഇന്ത്യയില് പെന്തക്കോസ്ത് വിശ്വാസം ആവിർഭവിച്ചിട്ട് ഏതാണ്ട് 1.25 നൂറ്റാണ്ട് ആയിരുന്നു. അതുകൊണ്ട് പാരമ്പര്യ സഭകൾ പറയാറുണ്ട്,
നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ശ്ലൈഹിക പാരമ്പര്യം ഉള്ളത്? നിങ്ങളൊരു പുതിയ സഭയല്ലേ, ഞങ്ങൾക്കൊക്കെ 2000 വർഷത്തെ പഴക്കമുണ്ട്. ആദ്യം തന്നെ പറയട്ടെ, അങ്ങനെ 2000 വർഷത്തിന്റെ തനിമ ഒരു സഭയ്ക്കും പറയാനാവില്ല, ഒരു പ്രസ്ഥാനത്തിനും പറയാനാവില്ല. ഞാനൊരു സംവാദകൻ കൂടിയാണ്. ഇത്തരം വിഷയങ്ങൾ വളരെ ചരിത്ര പശ്ചാത്തലത്തെ മുൻനിർത്തി തന്നെ ഓരോ സഭയും തുടങ്ങിയതും ആ സഭകളിലേക്ക് ഓരോ ആചാരങ്ങൾ കടന്നു വന്നതും ആചാരങ്ങൾ അക്രൈസ്തവമായി മാറുന്നതും ചിലത് ദുരാചാരങ്ങളായി മാറുന്നതും ഒക്കെ വിശദീകരിച്ചിട്ടുണ്ട്. മറ്റൊന്നുകൂടി, ഈ പെന്തക്കോസ്ത് എന്ന് പറയുന്നത് ആഗോള സഭയ്ക്കകത്ത് നിന്ന് തന്നെ രൂപമെടുത്ത, ആഗോള ക്രിസ്ത്യാനിത്വത്തിന്റെ ഉള്ളിൽ നിന്ന് രൂപമെടുത്തൊരു നവീകരണ പ്രസ്ഥാനമാണ്, റിഫർമേഷൻ മൊമെന്റ്. അങ്ങനെ രൂപപ്പെട്ടതാണ്. നിങ്ങളാരോ സംസാരിക്കുന്നുണ്ട്, ശാന്തരായിട്ടിരിക്കണം കേട്ടോ. മൊബൈലൊന്നും ഇപ്പോൾ വിളിക്കരുത്, ശ്രദ്ധിച്ചിരിക്കണം. അങ്ങനെയുള്ളൊരു സമൂഹമാണ്, പുറമേ നിന്നൊന്നും വന്നതല്ല. ആഗോള ക്രിസ്ത്യാനിത്വത്തിന്റെ അകത്തു നിന്ന് തന്നെ രൂപപ്പെട്ട ഒരു പ്രസ്ഥാനം. ചിലർ പറയുന്നത് അത് വൈദേശികമാണ്. അതിലും വലിയ അർത്ഥമില്ല. നമ്പർ 314 അസൂസ സ്ട്രീറ്റ്, കാലിഫോർണിയ എന്ന അമേരിക്കൻ രാജ്യത്ത് പെന്തക്കോസ്തലിസം രൂപപ്പെടുന്ന ഏതാണ്ട് അതേ കാലത്ത് തന്നെ കേരളത്തിലും അത് രൂപപ്പെട്ടിട്ടുണ്ട്, ഇന്ത്യയിൽ രൂപപ്പെട്ടിട്ടുണ്ട്. ഒരുപോലൊരു മൂവ്മെന്റ് ശക്തിപ്പെട്ടു വരികയായിരുന്നു എന്ന് വേണം പറയാൻ. ഒരേ കാലഘട്ടത്തിലൊരു പ്രവർത്തനം രൂപപ്പെട്ടു വരികയായിരുന്നു എന്ന് പറയുന്നതാണ് സത്യം. എന്റെ കാര്യകാരണങ്ങൾ ഞാൻ അനിവാര്യമെങ്കിൽ പറയാം. ഇനി മതമാറ്റം എന്നൊരു വിഷയത്തെ പറ്റി പറയുമ്പോൾ പാസ്റ്റർമാര് സാധാരണ പറയാറുണ്ട്, ഞങ്ങൾ മതം മാറ്റമല്ല, പിന്നെ അതിലും വലിയ അർത്ഥമില്ല. കാരണം ഈ സർക്കാർ ചോദിക്കുന്ന കോളത്തിൽ മതം എന്ന് ചോദിക്കുന്നിടത്ത് മനസ്സെന്ന് എഴുതുകയാണ്. അത് ക്രിസ്ത്യാനിറ്റിയും തന്നെ എഴുതേണ്ടി വരും അല്ലേ? ചിലർ മതരഹിതരായിട്ടിരിക്കാം, അതിന് തടസ്സമില്ല. എന്നോട് ചോദിക്കും, ഒരു മതം ഉണ്ടോ? ഞാൻ പറയും, തീർച്ചയായിട്ടും ഉണ്ട്. അത് ക്രിസ്ത്യാനിറ്റിയാണ്, ഞാൻ അതിന്റെ ഭാഗമാണ്. പക്ഷെ ഞങ്ങളതിനെ മതമായി കാണുന്നില്ല. നിങ്ങൾക്ക് വേണ്ടി കമ്മ്യൂണിക്കേഷൻ എങ്ങനെ പറയാം? അങ്ങനെയാണ്. അപ്പൊ അവരുടെ ഒരു കമ്മ്യൂണിക്കേഷനിൽ പറയണമല്ലോ, അതുകൊണ്ട് മാത്രം. കേവലം ഒരു മനംമാറ്റം മാത്രമാണെങ്കിൽ ഈ മനസ്സൊക്കെ മാറിയിട്ട് പഴയ സ്ഥലത്തേക്ക് വീണ്ടും പോകാൻ പറ്റണം. അത് ഞങ്ങൾ അനുവദിക്കാറില്ല, അവരും പോകാറില്ല. അപ്പോൾ പിന്നെ എന്താ പ്രശ്നം? ഈ മതമാറ്റത്തെ പേടിക്കുന്നതിന് അത് മോശം ഒരു കാര്യമാണ്. അത് ഭരണഘടന നൽകുന്ന അവകാശമാണ്. ഈ രാജ്യത്ത് ഇതുവരെയും മതപരിവർത്തനം നിരോധിച്ചിട്ടില്ല. നിരോധിച്ചിട്ടുള്ളത് നിർബന്ധിത മതപരിവർത്തനമാണ്. പണം കൊടുത്തോ എന്തെങ്കിലും ബാഹ്യ സമ്മർദ്ദങ്ങളിലൂടെയോ ഒരാളുടെ മതം മാറ്റിയാൽ അത് നിയമവിരുദ്ധമാണ്. പക്ഷെ ഇതിനൊക്കെ ഇടയ്ക്ക് വേറൊരു കാര്യമുണ്ട്. പണം കൊടുത്ത ആളുകൾ പാർട്ടി മാറ്റുന്നു, അതിന് പ്രശ്നമില്ല. കോടികളാണ് കൊടുക്കുന്നത്, രാഷ്ട്രീയം മാറ്റുന്നു. അതിന്റെ കേസുകൾ ഇപ്പം പലയിടത്തും നടക്കുകയാണ്. ആ വന്ന പണം ഇതിലേ പോയി എന്ന് പോലും ആർക്കും അറിയില്ല. കോടികളാണ് മറിയുന്നത്. അപ്പോൾ ഒരാൾ മതം മാറുമ്പോൾ അത് രാഷ്ട്രതന്ത്രജ്ഞതയുമായി ബന്ധപ്പെട്ടെന്തെങ്കിലും പ്രയാസം ഉണ്ടാക്കുന്നില്ല. ഈ ശബ്ദമൊക്കെ കുറവാട്ടോ, ഏതെങ്കിലും ഒരു രീതിയിൽ അങ്ങ് ഫിക്സ് ചെയ്യും. അപ്പോൾ രാഷ്ട്രതന്ത്രജ്ഞത, ഒരാൾ പണം വാങ്ങിക്കൊണ്ട് രാഷ്ട്രീയം മാറിയാൽ ഒരു ഭരണത്തെ തന്നെ അട്ടിമറിക്കുന്നു. ആളുകൾ അതിന് പറയുന്ന കുതിരക്കച്ചവടം എന്നാണ്. രാഷ്ട്രീയ ഭാഷ അതാണ്. അതിനെതിരൊന്നും ബില്ല് പാസ്സാകുന്നില്ല. ബില്ല് രൂപപ്പെടുന്നതോ ചർച്ച നടക്കുന്നതോ ഒക്കെ എന്താണ്? മതം മാറ്റം. ഇന്ത്യയില് ലഭ്യമായൊരു കണക്കനുസരിച്ച് 1600-ൽ പരം പാസ്റ്റർമാർ ജയിലിലുണ്ട്. കുറ്റം മതം മാറ്റി. കോടതിയിൽ അത് തള്ളിപ്പോകും. കോടതിയെ തള്ളിപ്പോകാൻ കാരണം എന്താ? ഒരാൾ മതം മാറുന്നെങ്കിൽ അത് അയാളുടെ സ്വാതന്ത്ര്യമാണ്. ഒരാൾക്ക് മതമുള്ളവനായിരിക്കാനോ
ക്രിസ്ത്യാനിക്ക് മുസ്ലിം ആകാനോ, അയാൾക്ക് പിറ്റേ ദിവസം ബുദ്ധമതക്കാരനാകാനോ, ബുദ്ധമതക്കാരൻ അടുത്ത ദിവസം ജൈനനാകാനോ ഒന്നും തടസ്സമില്ലാത്തൊരു രാജ്യമായത്. ഒരു തടസ്സമില്ല, അങ്ങനെ ഒരു പ്രശ്നമില്ല. അട്ടെ, ഈ മതം മാറ്റം ഏറ്റവും അധികം പ്രോത്സാഹിപ്പിച്ചൊരു വ്യക്തിയുണ്ട്. ആരാ നിങ്ങൾക്കറിയാം? വിശേഷിച്ച് തെറ്റിദ്ധരിക്കരുത്. ഹിന്ദുമതം വിട്ട് ബുദ്ധമതമോ ക്രിസ്ത്യാനിറ്റിയോ സ്വീകരിക്കാൻ പ്രോത്സാഹിപ്പിച്ചൊരു വ്യക്തിയുണ്ട്. അത് വേറെ ആരുമല്ല, ബാബാ സാഹേബ് അംബേദ്കറാണ്. ഭരണഘടനയുടെ ശില്പിയാണ്. അദ്ദേഹം അത് സംബന്ധിച്ചിറക്കിയ പുസ്തകങ്ങൾ പ്രസിദ്ധം ചെയ്യുന്നത് ഗവൺമെന്റാണ്. അതുകൊണ്ട് ഞാൻ അത്തരം പുസ്തകങ്ങളിൽ ഉദ്ധരിച്ചൊരു കാര്യം പറയുമ്പോൾ ഉത്തരവാദിത്വം എനിക്കല്ല, ഗവൺമെന്റിനാണ്. സർക്കാർ പ്രസിൽ നിന്ന് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടുമൊക്കെ പുറത്തിറക്കുന്ന അംബേദ്കറുടെ സമ്പൂർണ്ണ കൃതിയുണ്ട്. അത് ഞാൻ ഉദ്ധരിക്കരുത് എന്നുണ്ടെങ്കിൽ ഭരണകൂടം അത് പ്രസിദ്ധീകരിക്കരുത്. അത് പ്രസിദ്ധീകരിച്ച് വില കൊടുത്തു വാങ്ങി ഞാൻ ഷെൽഫിൽ വെച്ചത് കാണിക്കാനല്ല, അത് പ്രചരിപ്പിക്കാൻ തന്നെയാണ്. എന്താണ് അങ്ങനെ അദ്ദേഹം പറയാനൊരു കാരണം? ആ കാരണത്തിലേക്കൊന്ന് വന്നിട്ട് ഞാൻ വായിച്ച വേദഭാഗത്തിലേക്ക് വരും. സന്തോഷമല്ലേ? ഞാനിങ്ങനെ പറയുന്നതിൽ നിങ്ങൾക്ക് വിരോധമുണ്ടോ? ഇത് ഞാനും ഈ ജെയ്സ് പാണ്ഡനാടും ഒക്കെ ഇത് പറയുന്നു. ഞാനിങ്ങനൊക്കെ പറയുന്ന ഒരാളാണെന്ന് അറിഞ്ഞുകൊണ്ടേ എന്നെ വിളിക്കോ. പക്കാ ബൈബിളും തന്നെ മാത്രം പറഞ്ഞ് പോകുന്ന ദൈവാസന്മാരുണ്ട്. അത് നല്ലതാണ്. ഓരോരുത്തർക്കും വിളിയും നിയോഗവും ഉണ്ടല്ലേ, ശ്രദ്ധിക്കുക. അപ്പോൾ എന്താണ് പറഞ്ഞു? നമ്മുടെ രാജ്യം ഇന്ത്യ ഏതെങ്കിലും ഒരു മതത്തിന്റെ രാജ്യമല്ല. മുമ്പും അങ്ങനെ ആയിരുന്നില്ല. ചിലർ പഠിപ്പിക്കുന്ന അങ്ങനല്ല. ഇന്ത്യ പണ്ട് മഹത്തരമായ പാരമ്പര്യമുള്ളൊരു രാജ്യമായിരുന്നു. ആ പാരമ്പര്യത്തെ വൈദേശികർ വന്ന് ആക്രമിച്ച് തകർത്തെന്നും ആ ഇന്ത്യയെ രൂപപ്പെടുത്തി തിരിച്ചെടുക്കലാണ് നമ്മുടെ പദ്ധതി എന്നും ഒക്കെ ആളുകൾ പറയാറുണ്ട്. അത് ചിലർ വീണും പോയിട്ടുണ്ട്. എന്നാൽ മറ്റൊന്നുകൂടി ചേർത്ത് പറയും. ജൂതന്മാര്, ആദ്യം ക്രൈസ്തവര്, പിന്നെ ജൂതന്മാര്, പിന്നെ ഡച്ചുകാര്, പിന്നെ പോർച്ചുഗീസുകാര്, ഇടയ്ക്ക് മുസ്ലിങ്ങള് ഒക്കെ ഈ രാജ്യത്ത് ചേക്കേറിയപ്പോ ഈ രാജ്യം അവരെ കൈക്കൊണ്ടു, അവരെ എല്ലാം സ്വീകരിച്ചു. ഈ രാജ്യം അത്ര വിശാലമായിരുന്നു. വന്നവരാകട്ടെ ഈ രാജ്യത്തെ നശിപ്പിച്ചു. ഇതും തെറ്റാണ്. ഒരു വിശാലത കൊണ്ടുമല്ല ഈ രാജാക്കന്മാര് വന്നവരെ സ്വീകരിച്ചത്, കച്ചവടത്തിനായിരുന്നു. അതിനും എൻ്റെ പക്കൽ തെളിവുണ്ട്, വ്യക്തമായ തെളിവ്. ഞാന് ചരിത്രത്തിൽ ഒരു ബിരുദാനന്തര ബിരുദധാരിയാണ്. അത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അതും ഫസ്റ്റ് ക്ലാസ്സിലാണ് ഞാൻ ബിരുദാനന്തര ബിരുദം ചരിത്രത്തിൽ പാസ്സായി. ആധികാരികമല്ലാത്ത കൃതികളിൽ നിന്ന് ഉദ്ധരിക്കില്ല. പറയുന്നവയ്ക്ക് തെളിവുണ്ടാകും. ആ തെളിവ് നിരത്താൻ കഴിയുന്നില്ല എങ്കിൽ ഇങ്ങനെ തന്നെ വന്ന് ക്ഷമാപണം നടത്തും. ആദ്യം പറയട്ടെ, നമ്മൾ ഇന്ന് കാണുന്ന തരത്തിൽ ഒരു ഇന്ത്യ രൂപപ്പെട്ടത് 1947 ശേഷമാണ്. അതിനുമുമ്പ് ഇന്ത്യ എന്ന് വിളിക്കാവുന്ന ഒരു ഭൂപടം നമ്മുടെ മുമ്പിലില്ല. അഥവാ ഉണ്ട് എന്ന് പറയാൻ കഴിയുമെങ്കിൽ ഒരു ഘട്ടത്തിൽ ചന്ദ്രഗുപ്ത മൗര്യൻ ഭരിച്ച ഇന്ത്യ, പിന്നീട് മഹാനായ അശോകൻ ഭരിച്ച ഇന്ത്യ, അതിനുശേഷം അക്ബറും ഹുമയൂണും ഒക്കെ ഭരിച്ച ഇന്ത്യ. അതിൽ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഒക്കെ ഉൾക്കൊള്ളുന്ന ഭാഗം. അതിൽ നമ്മുടെ സൗത്ത് ഇന്ത്യ ഇല്ലതാനും, കേരളമൊന്നുമില്ല. ചന്ദ്രഗുപ്ത മൗര്യന്റെ മതമേതാ? അത് ബുദ്ധമതമാണ്. അശോകന്റെ മതമേതാ? അത് ബുദ്ധമതമാണ്. ബാബറുടെയും ഹുമയൂണിന്റെയും മതമേതാ? അത് ഇസ്ലാം മതമാണ്. വേറെ ഏതെങ്കിലും ഒരു മതം ഇന്ത്യ എന്ന മഹാരാജ്യത്തെ, അതിന്റെ പൂർണ്ണമായ അതിരുകളെ മുഴുവൻ കേന്ദ്രീകരിച്ച ഒരു ഭരണം നടത്തിയിട്ടില്ല. 47 മുമ്പ് നമ്മുടെ ഇന്ത്യ തന്നെ 700ഓളം നാട്ടുരാജ്യങ്ങളാണ്. കേരളം അതിൽ തന്നെ വീണ്ടും 3ആയി വിഭജിക്കപ്പെട്ട് കിടന്ന ഒരു രാജ്യമാണ്. കേരളം അറിയപ്പെട്ടിരുന്നത് തിരുവിതാംകൂർ, കൊച്ചി, മലബാർ.
ഈ 3 രാജ്യങ്ങൾക്കകത്ത് വീണ്ടും ദേശവാഴികളും നാടുവാഴികളും നാട്ടുരാജാക്കന്മാരും ഉണ്ടായിരുന്നു. അവർ തമ്മിലടിച്ചു കഴിയുകയായിരുന്നു. ഇന്ത്യയിലെ ഇത്തരം ചെറുകിട രാജ്യങ്ങളെ ഏകോപിപ്പിച്ച് ഇന്ത്യൻ യൂണിയനിനുള്ളിലേക്ക് ചേർത്ത ആള് സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു. അദ്ദേഹം മുൻകൈയെടുത്ത് ഈ നാട്ടുരാജ്യങ്ങളൊക്കെ ലയിപ്പിച്ചു. 47-ലും ഇന്ത്യ എന്ന രാജ്യത്തിലേക്ക് ചേരാതെ മാറി നിന്ന ആളുകളാണ് നമ്മൾ തിരുവിതാംകൂറുകാർ. ഞങ്ങൾ ഇന്ത്യ ചേരുന്നില്ല, ഞങ്ങൾക്ക് ഇന്ത്യയോട് താല്പര്യമില്ല, അമേരിക്ക പോലെ ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് ഇതങ്ങ് പോവാ. ഇത് പറഞ്ഞ വേറെ ആരുമില്ല, സർസിപ്പിയാണ്. സർസിപ്പിയുടെ ആഗ്രഹത്തെ അട്ടിമറിച്ചുകൊണ്ട് ജനം പറഞ്ഞു, നോ, നമുക്ക് ഇന്ത്യൻ യൂണിയനിൽ ചേരണം. സർസിപ്പി ഒരാൾ എതിരാണ്. ഈ സർസിപ്പിയെ പെരുവഴിയിലിട്ട് മണി എന്ന പേരായ ഒരു മനുഷ്യൻ വെട്ടി, തലക്കിട്ട് വെട്ടിയതാണ്, മൂക്കങ്ങ് പോയി. ഇതൊക്കെ എന്നെക്കാൾ നന്നായിട്ട് കുര്യാക്കോസ് പാസ്റ്റർക്ക് അറിയാം. അദ്ദേഹം അത് പറയുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. പറഞ്ഞു വന്നത്, അങ്ങനെ CP-യുടെ മൂക്ക് വെട്ടിയിട്ടാണ് നമ്മളെല്ലാം കൂടെ എങ്ങോട്ട് പോയത്, ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർന്നു. അപ്പോൾ ഒരു കാര്യം ഒന്ന് തുറന്നു പറയാൻ അവിടെ അതുവരെ അതിനു മുമ്പ് ഇന്ത്യയിൽ നിലനിന്നിരുന്ന വ്യവസ്ഥിതി എന്താ? 4 വിധ ജാതികൾ ഋഗ്വേദത്തിലെ പുരുഷ സൂക്തം വിശദീകരിക്കുന്നതനുസരിച്ച് 4 വിധ ജാതികൾ ഉണ്ട്. ചാതുർവർണ്ണ്യം എന്ന് പറയും. ബ്രാഹ്മൺ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. കുട്ടികളൊക്കെ ഇത് കേട്ടിട്ടുണ്ട്. ഈ ആളുകൾ ഒരു പേരിട്ട് വിളിക്കും കളേഡ് പീപ്പിൾ, അഥവാ സവർണർ, വർണ്ണത്തോട് കൂടിയവർ. ചിലരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഈ ശൂദ്രർ എന്ന് കേട്ടാൽ അത് മറ്റു പിന്നോക്കരോ ദലിതരോ ആദിവാസികളോ ഒക്കെയാണ്. അല്ല, നമ്മുടെ രാജ്യത്തിലെ നായർ സഹോദരങ്ങളെ ചാതുർവർണ്ണ്യം വിളിച്ച പേരാണ് ശൂദ്രർ. അതുവരെയുള്ള ആളുകൾ സവർണരാണെങ്കിൽ മറ്റു പിന്നോക്കർ എന്നറിയപ്പെടുന്ന യാദവർ, ഈഴർ, ദലിതർ, ആദിവാസികൾ ഇവരൊക്കെ വർണ്ണരഹിതരാണ്. വർണ്ണമില്ല, കളറില്ല, സവർണരല്ല, അവർണറാണ്. അതില് ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി നടേശൻ സാറ് പറയുന്ന, അദ്ദേഹം ഒരുപക്ഷെ ശ്രദ്ധിക്കാതെ പോയ ചില കാര്യമുണ്ട്. ആ ഇന്ത്യയില് ഒരു ഈഴവൻ തന്റെ വീട്ടിൽ ഒരു സദ്യ ഒരുക്കുന്നു കല്യാണത്തിന്. ആ സദ്യയിൽ പപ്പടം കാച്ചണമെങ്കിൽ സർക്കാരിന്റെ അനുമതി വേണം. പപ്പടം അവർക്ക് നിഷിദ്ധമാണ്, ചെയ്യാൻ പാടില്ല. കല്യാണത്തിനൊരു മേൽപ്പുര കെട്ടണം, ഓലവാരി ഇടുകയെ ചെയ്യാവൂ. തട്ടുപന്തലൊരുക്കാനും അലങ്കരിക്കാനും അനുവാദമില്ല. അഥവാ ഒരാൾ അങ്ങനെ ചെയ്താൽ ക്രിമിനൽ കുറ്റത്തിന് കേസെടുക്കും, ജാതിഭ്രഷ്ട് കൽപ്പിക്കും. ജാതി ആചാരങ്ങൾ ലംഘിച്ചു എന്ന് പറഞ്ഞ് അതിക്രൂരമായി പീഡിപ്പിക്കും. എന്നിട്ടും ആ സമൂഹത്തിൽ സമ്പന്നരുണ്ടായി. രസാവഹമായൊരു കാര്യം, അന്ന് തിരുവിതാംകൂറിൽ കാറ് സ്വന്തമുള്ള 2 പേരുള്ളൂ. ഒരാൾ മഹാരാജാവും, മറ്റൊരാൾ ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരു ആലും മൂടൽ ചാന്നാൻ എന്നയാളുമാണ്. അദ്ദേഹത്തിന്റെ കാർ ഓടിക്കുന്നത് ഒരു നായരാണ്. അപ്പൊ അവർണന്റെ കാറ് സവർണൻ ഓടിക്കുക. പൈസ വേണമല്ലോ, ജോലി വേണമല്ലോ. പക്ഷെ പ്രശ്നം, അന്ന് പൊതു നിരത്തുകളിൽ കൂടി വരാൻ കഴിയാതിരുന്ന ആ സമൂഹത്തിന് കാറിലും ബസ്സമൂഹത്തിലൂടെ വരാൻ പറ്റില്ല. മാവേലിക്കരയിലെ പുതിയകാവ് ക്ഷേത്രത്തിന്റെ മുമ്പിലൂടെ ഈഴവർ ആദിയായ പിന്നോക്കർക്ക് യാത്ര ചെയ്തുകൂടാ. തിരുനക്കര മൈതാനത്തും മറ്റൊന്നായിരുന്നില്ല സ്ഥിതി. തിരുനക്കര ക്ഷേത്രത്തിന്റെ തൊട്ടുമുമ്പിൽ ഒരു വാർഡുണ്ടായിരുന്നു. ആ ഈഴവര ആദിയായവർക്ക് ഇതുവഴി പോകാൻ അനുവാദമില്ല. തീണ്ടാപ്പലക എന്നതിന് പറയുക. ഉശിരുള്ള ഈഴവക്കുട്ടികൾ ഈ തീണ്ടാപ്പാട് പലക പോക്കിക്കൊണ്ട് മീനച്ചിലാച്ചിൽ ഒഴുക്കിക്കളഞ്ഞു പോടാന്ന് പറഞ്ഞു. അത്തരം ചരിത്രമൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പുറത്ത് ഈ ആലുമുട്ടിൽ ചാന്നാൻ കാറിൽ വരുമ്പോഴേക്ക് മെയിൻ റോഡിൽ ഇറങ്ങാൻ പറ്റില്ല. അദ്ദേഹം അവിടെ ഇറങ്ങും. ഇറങ്ങിയിട്ട് ഈ കാറ് ക്ഷേത്രവളപ്പിലൂടെ ഓടി വളവ് തിരിഞ്ഞു വരുമ്പോൾ ഇദ്ദേഹം പാടവും വരമ്പും ഒക്കെ കടന്ന് വിയർത്തു കുളിച്ച് ഇടവഴിക്ക് കയറി നീക്കണം. സ്വന്തം കാറിൽ കയറുന്ന അവസ്ഥയാ പറഞ്ഞു. ഇത് നടപ്പിലായിരുന്നൊരു രാജ്യമാണ് നമ്മുടേത്. ചില പറയും സമ്പന്നർക്ക് ജീവിക്കാം.
സമ്പത്തുണ്ടോ എവിടെയും ജീവിക്കാൻ തെറ്റായിരുന്നു. നമ്മുടെ രാജ്യത്തൊരു വലിയ സമ്പന്നനുണ്ടായിരുന്നു, ജഗജീവൻ റാം എന്ന പേര്. ജഗജീവൻ റാം കോൺഗ്രസിന്റെ നേതാവായിരുന്നു. ഈ ജഗജീവൻ റാം ഒരു വർഷം ടാക്സ് അടച്ചില്ല, അബദ്ധം പറ്റി ടാക്സ് അടയ്ക്കാതെ പോയതാ, ഓർത്തില്ല. ടാക്സ് അടയ്ക്കാനുള്ളൊക്കെ അടച്ചോണം, ഇന്ന് മാർച്ച് 31 കേട്ടോ. അപ്പോ നമ്മുടെ സാമ്പത്തിക വർഷം തീരുകയാണ്, നാളെയൊക്കെ അടച്ചാൽ മതി. ജഗജീവൻ റാമിനോട് ചോദിച്ചു, സാർ നിങ്ങളെന്താ ടാക്സ് അടയ്ക്കുക? അറിഞ്ഞില്ല. എത്രയാണെന്ന് അറിയണ്ടേ അദ്ദേഹത്തിന് ടാക്സ്? ഒരു വർഷത്തെ 25 ലക്ഷം ഇന്ത്യൻ റുപ്പിയാണ്. നോക്കണം, 25 ലക്ഷം ഇന്ത്യൻ റുപ്പി അടയ്ക്കേണ്ട സമ്പന്നനായ ദലിതൻ അന്ന് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. പക്ഷെ പ്രശ്നം എന്താ? സാമൂഹ്യ ശ്രേണിയിൽ ഈ ചാതുർവർണ്ണ്യം മനുഷ്യനെ പല തട്ടിൽ ഇങ്ങനെ വിഭജിച്ചിട്ടിരുന്നു. ഇതിന്റെ ഹാങ് ഓവർ വിട്ട് പുറത്തു വരാത്ത ഒരാളായിരുന്നു ആദരണനായ മഹാത്മജി പോലും. അദ്ദേഹം വൈശ്യനായിരുന്നു. നിങ്ങൾ 1932 പൂന പാക്ട് എന്നൊന്ന് വായിക്കണം. ഞാനിവിടെ വിശദീകരിച്ച് വന്നതെന്നറിയണ്ടേ, ഈ മതം മാറ്റം എന്നൊരു പദത്തെ പറ്റി പറയാനാണ്. 1932 വരെ പൂന പാക്ട് ഗാന്ധിജി മുൻകൈ എടുത്തുകൊണ്ട് ഈർവാഡ ജയിലിൽ മരണം വരെ നിരാഹാരം അനുഷ്ഠിക്കുന്നു എന്ന പ്രചരണം, അതുവരെ ഇന്ത്യയിലെ സ്ഥിതി അറിയണ്ടേ? ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകാൻ തുടങ്ങും. ഇന്ത്യയുടെ ഭരണം ആരെ ഏൽപ്പിക്കണം? ഈ ചർച്ച കൊടുമ്പുരി കണ്ടപ്പോൾ, കണക്കെടുത്തപ്പോൾ മുസ്ലിം ആരാണെന്ന് കണ്ടുപിടിക്കാനായി. അവർക്ക് അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും രീതികളുമുണ്ട്. ക്രൈസ്തവരാരെ കണ്ടുപിടിക്കാം. അപ്പോൾ ഒരു ചോദ്യമേറുന്നു, ആരാണൊരു ഹിന്ദു? ആ ചോദ്യത്തിന് ഋഗ്വേദ ഒറ്റ മറുപടി പറയൂ: ബ്രാഹ്മൺ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. ആട്ടകന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, ഏത് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റു പിന്നോക്കരാതിയായ ആളുകൾ ഹിന്ദു ആകുന്നത് എന്ന് വിശദീകരിക്കാൻ കഴിയില്ല. ഏതാണ് അതിന്റെ മാനദണ്ഡം? ഏത് ചരിത്രമാണ് അതിന്റെ ആധാരം? ഓരോ ആധികാരിക രേഖകളിലും ഇതര വ്യക്തികളുടെ സൃഷ്ടിയെപ്പറ്റി പറയുന്നില്ല. 4 പേരുടെ സൃഷ്ടിയെപ്പറ്റി മാത്രമേ അവിടെ പ്രതിപാദ്യമുള്ളൂ. 8 കോടി വരുന്ന യാദവർ ഇന്ത്യ മഹാരാജ്യത്തുണ്ട്. ലക്ഷക്കണക്കിന് വരുന്ന മറ്റു പിന്നോക്കരുണ്ട്. ആദിവാസികളും ദലിതരുമുണ്ട്. ഇവരെ ആര് സൃഷ്ടിച്ചുവെന്ന് ഋഗ്വേദം മിണ്ടുന്നില്ല. അവരെങ്ങനെ ഹിന്ദുവാകും? മനസ്സിലായോ? ചോദ്യം ഉന്നയിച്ച ബഹുമാന്യ സുഹൃത്തെ, അങ്ങനെ ഹിന്ദുവാകും? ഏതാണ് അതിലെ പ്രമാണം? പറയൂ. പിന്നെങ്ങനെ മതം മാറും? ഏത് മതത്തിലായിരുന്നു അങ്ങ്? തെളിവെന്ത്? ഏത് വേദത്തിലെ പേര്? എവിടെയാണ് പ്രതിപാദ്യം? എവിടെയാണ് രേഖ? ഇല്ല, ഇല്ലെന്ന് തീർത്തു പറഞ്ഞുകൂടാ. അതിലെ കാരണത്തിലൊക്കെ വരാം. 32 ശേഷമുണ്ട്, അതിന് മുമ്പില്ല. 32 മുമ്പ് നടന്ന സംഭവമുണ്ട്. വട്ടമേശ സമ്മേളനം അതിന്റെ പേര്. കുഞ്ഞുങ്ങൾ ശാന്തരായിട്ടിരുന്നേ, അവിടെ അടങ്ങിരി. 1932 മുമ്പ് വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ അംബേദ്കർ ആ വട്ടമേശ സമ്മേളനത്തിൽ പറഞ്ഞു, വി ആർ നോട്ട് ഹിന്ദുസ്, ഞങ്ങൾ ഹിന്ദുക്കളല്ല. ജ്യോതിബ ഫുലെ പറഞ്ഞു, ഞങ്ങൾ ഹിന്ദുക്കളല്ല. ഇനി വേണ്ട, SNDP യോഗത്തിന്റെ ആദ്യകാല ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായ ഈ മാധവന്റെ ഒരു പുസ്തകത്തിന്റെ പേര് തന്നെ സ്വതന്ത്ര സമുദായം. ഇപ്പോഴും ആ പുസ്തകം കിട്ടും. കൊല്ലത്തെ മൈത്രി ബുക്സ് പുറത്തിറക്കുന്ന ആ പുസ്തകത്തിന്റെ ടൈറ്റിൽ തന്നെ മറ്റൊന്നുകൂടി പറയുന്നു, ഈഴവർ ഹിന്ദുക്കളല്ല. പറയുന്ന ഞാനല്ല, അനിൽ കൊടുത്തോട്ടുമല്ല, ഈ മാധവൻ, ഞങ്ങൾ ഹിന്ദുക്കളല്ല. മഹത്തായ വൈക്കം സത്യാഗ്രഹം നടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ആലോചനകളിൽ ചർച്ചകൾക്കൊടുവിൽ മഹാനായ മദൻ മോഹൻ മാളവ്യ നമ്മുടെ നാട്ടിൽ വന്നു. മദൻ മോഹൻ മാളവ്യ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ അവസാനം ജയ് ശ്രീറാം. തൊട്ടുമുമ്പിൽ കേട്ടിരുന്ന ഈഴ സമുദായത്തിൽപ്പെട്ട സഹോദരൻ അയ്യപ്പൻ അവരൊന്ന് തിരിച്ചു പ്രതികരിച്ചു, ജയ് രാവണ. ഭയങ്കര ശബ്ദമായി. അദ്ദേഹം പറഞ്ഞു, സാർ ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന ബ്രിട്ടീഷുകാരല്ലേ? ബ്രിട്ടീഷുകാരുടെ രാജാവിന്റെ പേര് ജോർജ് എന്നല്ലേ? ജോർജ് രാജ്യം പോയിട്ട് രാമരാജ്യം വന്നാൽ ഞങ്ങൾക്ക് എന്ത് നേട്ടം? അപ്പൊ ജോർജിന്റെ രാജ്യവും രാമന്റെ രാജ്യവും തമ്മിലുള്ള വ്യത്യാസം എന്ത്? ഈ ചോദ്യങ്ങൾ ഉന്നയിച്ച മഹാശകന്റെ പേരാ സഹോദരൻ അയ്യപ്പൻ. മിശ്രഭോജനങ്ങളിലൂടെ, പന്തിഭോജനങ്ങളുടെ ജാതിക്കെതിരെ നിലപാടെടുത്ത ഒരു തത്വസംഹിതയാണ്
നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. 32 ഈ ചർച്ചകൾക്കൊടുവിൽ മഹാത്മജി ഒരു അപകടം മണത്തും. ബ്രിട്ടീഷുകാർ പോകുമ്പോഴേക്കും മുഹമ്മദ് അലി ജിന്ന ഇന്ത്യ ഭരിക്കും. കാരണം ഭൂരിപക്ഷം മുസ്ലിങ്ങളാണ്. കണക്കനുസരിച്ച് ഈ 4 ഗ്രൂപ്പ് ഇപ്പുറത്തുള്ളെങ്കിൽ ജിന്ന ഇന്ത്യ ഭരിക്കും. തന്ത്രശാലിയായ മഹാത്മജി ബാക്കി മുഴുവൻ ആളുകളെയും ഹിന്ദു ലിസ്റ്റിൽപ്പെടുത്തി. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ ആ മറ്റു പിന്നോക്കരും ദലിതരുമൊക്കെ 1932 ശേഷം മാത്രമാണ് ഈ ലിസ്റ്റിനകത്ത് കടന്നത്. മനസ്സിലായോ? 32 ശേഷം. അതിന്റെ പേരാ പൂന പാക്ട്, പൂന കരാർ. പൂന പാക്ടിന് മുമ്പ് വളരെ ന്യൂനപക്ഷമായി ഈ 4 കളേഡ് പീപ്പിൾ ഒഴികെ വേറെ ആരുമില്ല. ഞാനല്ല പറയുന്നത്, ചരിത്രമാണ് പറയുന്നത്. വീണ്ടും പറയട്ടെ, ഈ പൂന പാക്ട് അതിനകത്ത് ഇവരെ എല്ലാം ചേർക്കുമ്പോൾ അംബേദ്കർ വീണ്ടും പറഞ്ഞു, ഞങ്ങളെ ചേർക്കരുത് പ്ലീസ്, ഞങ്ങൾ ഇതിലല്ല. അതുകൊണ്ട് അദ്ദേഹം പ്രതിഷേധിച്ച 5 ലക്ഷം വരുന്ന അനുഗാമികളെയും കൊണ്ട് ബുദ്ധമതം സ്വീകരിക്കുന്നു. ഞങ്ങളിതിലില്ല. ഇല്ലെന്ന് പറയാൻ കാരണം ഇതാ, എന്നെപ്പറ്റി രേഖയൊന്നും അതിലില്ല. അങ്ങനെയല്ലേ, എനിക്കിവിടെ ഒന്നും പോയി ദൈവസങ്കല്പങ്ങളെ കാണാൻ പറ്റില്ല. എന്നെ കണ്ടാൽ അസ്പർശ്യത തോന്നുകയാണെങ്കിൽ ഞാൻ എന്തിനിവിടെ പോകണം? അദ്ദേഹം ഫൈറ്റ് ചെയ്തു. അപ്പൊ ഗാന്ധിജി പറഞ്ഞു, അങ്ങനല്ല, നമ്മള് ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം, നമുക്ക് ഒന്നിച്ചു നിൽക്കണം. പറഞ്ഞ് അവസാനം ഈർവാഡ ജയിലിൽ ഗാന്ധിജി നിരാഹാരം. അംബേദ്കർ പറഞ്ഞു, അങ്ങ് നിരാഹാരം അനുഷ്ഠിക്കുകയോ ഒക്കെ ചെയ്തു, പക്ഷെ ഞാൻ ഇതിൽ ഉറച്ചു നിൽക്കും. അവസാനം വൈകാരികമായി അദ്ദേഹം പ്രസംഗിച്ചൊരു കാര്യമുണ്ട്, ഗാന്ധിജിയുടെ ജീവൻ അപകടത്തിലാ, കാരണം മരണം വരെ ഞാൻ ഉപവസിക്കും. രസാവകമായ ഒരു കാര്യം കേൾക്കണ്ടേ, ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകാൻ പോലും ഗാന്ധിജി മരണം വരെ ഉപവസിച്ചിട്ടില്ല. ഉപവസിച്ചത് തന്റെ സമൂഹം, ജാതീയമായി ചിതറിക്കിടക്കുന്ന മനുഷ്യര് തന്റെ മതബോധത്തിലേക്ക് ഒന്നിക്കണം എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഉപവസിച്ചത്. അംബേദ്കർ വൈകാരികമായി പറഞ്ഞു, നിങ്ങൾ ആ വിളക്കുകാലിൽ എന്നെ കെട്ടിത്തൂക്കിയിടുക, തല്ലിക്കൊന്നു, ഞാൻ പുറകോട്ടില്ല. അവസാനം ഗാന്ധിജിയുടെ ജീവൻ അപകടത്തിൽ. അത് വിശരിച്ചു പോയാൽ നമ്മുടെ ഉള്ളടക്കം പറയാൻ നേരം കിട്ടൂല. ഒറ്റ വാക്കിൽ ഇങ്ങനെ തീർക്കുക. ഇതൊക്കെ ഞാൻ വീഡിയോ ചെയ്ത് വോളിയം കണക്കിന് ഇട്ടിട്ടുണ്ട്, കണ്ടാൽ മതി സമയം പോലെ. അപ്പോൾ അന്നുണ്ടാക്കിയൊരു ലിസ്റ്റ് അനുസരിച്ച് ബുദ്ധിസ്റ്റുകളും ജൈനന്മാരും ബാക്കി സകലരെയും ഈ പേരിൽ ഉൾപ്പെടുത്തി. അവർക്ക് തന്നെ അറിയില്ല അത് ഹിന്ദുവാണോ, തങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ, ഒന്നും അറിയില്ല. പ്രമാണങ്ങളിലൊന്നും അതില്ല. അങ്ങനെയുള്ള ജനത ലയിച്ചിട്ടും ലയിക്കാതെ ഈ സമൂഹത്തിൽ കിടക്കുമ്പോ ഇന്ത്യയിലേക്ക് വന്ന മിഷനറിമാരെന്തു ചെയ്തു? വിദ്യ വിലക്കപ്പെട്ട, അക്ഷരം നിഷേധിക്കപ്പെട്ട ആളുകൾക്ക് വിദ്യയുടെ അറിവിന്റെ പുത്തൻ വഴികൾ മുമ്പോട്ട് വെച്ചു കൊടുത്തു. അതെനിക്കൊന്ന് കൃത്യമായി വിശദീകരിക്കാനുണ്ട്. ഈ രാജ്യത്ത് ദൈവസങ്കല്പങ്ങളിൽ അഞ്ഞിട്ടല്ല, ആ ദൈവസങ്കല്പങ്ങൾ മോശമാണെന്ന് പറയാനുമല്ല ഞാൻ നിൽക്കുന്നത്. ഓരോ പ്രവൃത്തിക്കും ദൈവസങ്കല്പങ്ങളുള്ള മഹത്തരമായ ചിന്താധാര ഇവിടെ ഉണ്ട്, എനിക്ക് സംശയമൊന്നുമില്ല. ഇവിടെ നിന്ന് നളന്തയുണ്ട്, തക്ഷശിലയുണ്ട്, പൗരാണികന്മാരായ സയന്റിസ്റ്റുകൾ ഈ രാജ്യത്തുണ്ട്. വൈദ്യശാസ്ത്ര രംഗത്ത് ഗവേഷക പ്രാധാന്യമുള്ള വലിയ ചിന്തകൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഗണിതശാസ്ത്രജ്ഞനായ ആര്യഭടനുണ്ട്, വാഗ്ഭടാനന്ദനുണ്ട്. നമ്മുടെ നാട്ടിലേക്ക് വീണ്ടും നിന്നാൽ സുശ്രുതനെ പോലെയുള്ള വൈദ്യന്മാരുണ്ട്. ചരകനും ധന്വന്തരിയുണ്ട്, ചരകസംഹിതയും ധന്വന്തരിയുടെ പഠനങ്ങളുമുണ്ട്. മാത്രല്ല വിദ്യാഭ്യാസത്തിനൊരു ദേവത തന്നെ ഉണ്ട്. അത് നമുക്ക് മാത്രമല്ല, ഗ്രീസിലുമുണ്ട്. മിനർവ എന്നായിരുന്നു പേര്. അതിനെ ട്യൂട്ടോറിയലും മറ്റും മിനർവ എന്ന് പേരിടുന്നു. എന്റെ പ്രശ്നം ഇതൊന്നും അല്ലെന്നീ. കാര്യം ഇതൊക്കെ ഉണ്ടെങ്കിലും ഇവരാരും ആനിക്കൊടുത്തോട്ടത്തിന് വിദ്യ തന്നില്ല. മനസ്സിലായോ? എന്നെപ്പോളൊന്ന് പഠിക്കാൻ പറ്റിയില്ല. എനിക്ക് ഇത് പറയാനൊരു കോംപ്ലക്സും ഇല്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ അക്ഷരം പഠിച്ചത് മഹാനായ നമ്മുടെ ബെഞ്ചമിൻ ബെയ്ലി കോട്ടയത്ത് വന്ന ശേഷം എനിക്ക് പഠിക്കാൻ സാധിച്ചത്. ഞാൻ ബെഞ്ചമിൻ ബെയ്ലിയെ ആരാധിക്കണോ ബഹുമാനിക്കണോ, ഈ പറയപ്പെട്ട കക്ഷികളോട് പ്രതിപത്തി പുലർത്തണോ? ഇത്രയും സിമ്പിള കാര്യം, പണമല്ല കാര്യം. തീർച്ചയായും ഞാൻ മതപരിവർത്തനം ചെയ്ത് യേശുവിനെ സ്വീകരിച്ച ആളാ, വിഷയമൊന്നും വേണ്ട. എനിക്ക് എന്റെ റീസൺസ് ഉണ്ട്, എന്റെ കാരണം.
ആ കാരണങ്ങളിൽ ഒന്ന് പറയാൻ എനിക്കൊരു കോംപ്ലക്സും ഇല്ല. നിങ്ങളങ്ങനെ അടിച്ചേൽപ്പിച്ചാൽ അപകർഷതാബോധം വരുന്ന ആളുമല്ല ഞാൻ എൻ്റെ കാര്യം പറയും. എന്റെ കാര്യം പറയുന്നു. അടുത്ത കാലത്ത് കേട്ടില്ലേ കർവാപ്പസി? എന്നോട് രാഹുൽ ഈശ്വർ പറഞ്ഞാണ്, കർവാപ്പസി നിങ്ങളെല്ലാം തിരിച്ചു വരണം. ഞാൻ പറഞ്ഞു, മിസ്റ്റർ രാഹുൽ, ചാതുർവർണ്ണയത്തിന്റെ 4 അളവിലും പെടാത്ത ഞാൻ നിങ്ങളുടെ അരിയിലേക്ക് വന്നാൽ നിങ്ങൾ എന്നെ ആരായിട്ടാ തിരിച്ചെടുക്കുന്നേ? ബ്രാഹ്മണായിട്ടാ, ക്ഷത്രിയനായിട്ടാ, വൈശ്യനായിട്ടാ, ശൂദ്രനായിട്ടാ? എന്റെ ജോലി എന്താ? എന്റെ പണി എന്താ? അപ്പോഴേ ഇവിടെ ചില ശുദ്ധീകരണമൊക്കെ ആവശ്യമുണ്ടെന്നേ, അതൊക്കെ പോയി ചെയ്യ്. ഇവിടെ നടക്കേണ്ട ചില അനിവാര്യതകളുണ്ട്. അത്തരം ചില ശുദ്ധീകരണത്തിന് മതം വശംവദമാകുന്നില്ലെങ്കിൽ മതത്തിന്റെ ആചാരങ്ങളെ ദുരാചാരം എന്ന് പറയും. അത് പറഞ്ഞും തിരിച്ചറിഞ്ഞുമാണ് എന്നെപ്പോലുള്ളവർ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചു. അങ്ങനെ യേശുവിനെ സ്വീകരിച്ച ഒരാളെങ്കിലും ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ. അഭിമാന പുരസ്സരം പറയണം, പണം വാങ്ങിയല്ല, പണം കൊടുത്താ ഞങ്ങൾ യേശുവിനെ സേവിക്കുന്നു. ഹല്ലേലൂയ. അഭിമാന പുരസ്സരം പറയണം. യോഗം നടക്കുന്ന പണം സ്വോത്രകാഴ്ച കിട്ടാ. ഇനി ഇവിടെ പാത്രമൊന്നുമില്ല, പാസിനെ കണ്ടിട്ടേ പോകാവുള്ളൂ, നടത്തണ്ടേ? അങ്ങനെയാ ഞങ്ങൾ ആളുകളെ സ്നാനപ്പെടുത്താറുണ്ട്. കുര്യാക്കോസ് പാസ്റ്ററെ അല്ലെ സാനി പാസ്റ്ററെ, നമ്മൾ ഈ സ്നാനപ്പെടുത്തിയിട്ട് ആർക്കെങ്കിലും കാശ് കൊടുക്കുമോ? അപ്പോക്കോ? നിങ്ങൾ അറിയാത്തൊരു രഹസ്യം പറയാം. ആ സ്നാനപ്പെട്ടവൻ ഞങ്ങൾക്കൊരു വണ്ടിക്കൂലി ഇങ്ങോട്ട് തരും. ഇവരാരും ഇത് പറയാത്ത കുഴപ്പം. കുര്യാക്കോസ് പാസ്റ്റർ പ്രായത്തിലായി ഇന്ന് വരെ ഈ സത്യം പറഞ്ഞിട്ടില്ല. ഞാൻ ആദ്യം പറഞ്ഞു, വെള്ളത്തിൽ പിടിച്ചൊരുത്തനെ മുക്കും. അവനതെല്ലാം കഴിഞ്ഞ് ഞങ്ങളൊന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പം, അല്ലേ പാസ് അവിടെ നിന്ന് കറങ്ങാതിരിക്കാൻ ഇങ്ങോട്ട് കിട്ടുമെന്ന് ഇച്ചിരി പൈസ. നിങ്ങളോട് ഇത് ആരാ പറഞ്ഞ പണം കൊടുത്തതാണ്? ഏതും പോരാതെ ഞങ്ങളാണോ കൊടുക്കുന്നത്? നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഞങ്ങൾ പാസ്റ്റർമാര്. മനസ്സിലാകുന്നുണ്ടാ? അപ്പൊ തിരിച്ചു വരാം. അപ്പോഴ് ഈ പണം കൊടുത്തു ആളെ മാറ്റി എന്ന് പറയേണ്ട കാര്യം, ഞങ്ങൾക്കൊരു മൂല്യം കൊടുക്കാനുണ്ട്. വ്യക്തതയാർന്നൊരു കാര്യം സമൂഹത്തിന് കൊടുക്കാനുണ്ട്. ഇവിടെ നിലനിന്നിരുന്ന ഇത്തരം ദുരാചാരങ്ങളുടെ അടിവേരറുത്തു മാറ്റിക്കൊണ്ടാണ് നസ്രയനായ യേശുവിന്റെ സുവിശേഷം ഈ രാജ്യത്ത് സ്ഥാപിക്കപ്പെട്ടത്. ഹല്ലേലൂയ. ഞാൻ അടുത്ത കാലത്ത് അവിടത്ത് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, അഞ്ചരക്കണ്ടി എന്നൊരു എസ്റ്റേറ്റ് ഉണ്ട് കണ്ണൂർ. ഇപ്പൊ നമ്മുടെ ധർമ്മടം ടീച്ചറിന്റെ, ശൈല ടീച്ചറിന്റെ നാടാണ് അതിൻ്റെ അടുത്ത്, അല്ലേ? ആ എയർപോർട്ടൊക്കെ ഉള്ളതിൻ്റെ അടുത്താണ്. ഇതൊരു സാഹിബിന്റെ ആയിരുന്നു എസ്റ്റേറ്റ്. അവിടേക്ക് ആളുകളെ പിടിച്ചുകൊണ്ടുപോയി അതിക്രൂരമായിട്ട് ആക്രമിച്ച് പീഡിപ്പിക്കുമ്പോൾ നീക്കക്കല്ലില്ലാത്ത കുറെ അടിമകൾ അവിടുന്ന് ചാടി. അവർക്ക് പൊതുനിരത്തിൽ കൂടെ ഒന്നും വരാൻ പറ്റില്ല. പൊതുസ്ഥലങ്ങളിൽ കൂടി നടക്കാനാവാതെ ആഴ്ചകൾ കൊണ്ട് നടന്ന് കാല് തേഞ്ഞു പൊട്ടി കഷ്ടപ്പെട്ട് പലരും മൃഗങ്ങളുടെ ആക്രമണത്തിനിരയായി ഒടുക്കം വന്നു ചേർന്ന സ്ഥലമാണ് ഹൈറേഞ്ചിന്റെ അടിവാരം. ഇന്ന് നമ്മൾ മുണ്ടക്കൈ എന്ന് വിളിക്കുന്ന സ്ഥലം. കാട്ടുനിന്ന് കിട്ടുന്ന വിഭവങ്ങളൊക്കെ പറിച്ചു മാന്തി കഴിച്ച് ആ കമ്മ്യൂണിറ്റി വിഷണ്ണരായിട്ടിരിക്കവേ അവര് ചില പള്ളത്തേക്ക് യാത്ര ചെയ്തു. അവിടെ അനുഗ്രഹീതനായ ദൈവദാസൻ ഉണ്ടായിരുന്നു, ഹെൻറി ബേക്കർ ജൂനിയർ. ജൂനിയറെ ചെന്ന് കണ്ടിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇവിടെ ഒരു കലാലയം സ്ഥാപിച്ചു തരണം, ഞങ്ങൾക്ക് അക്ഷരം പഠിക്കണം. ഞങ്ങൾക്ക് കാശ് തരണമെന്നല്ല അവർ പറഞ്ഞത്, ഞങ്ങൾക്ക് അക്ഷരം പഠിക്കണം. പള്ളത്ത് നിന്ന് മുണ്ടക്കയം വരെ വരാനുള്ള ബുദ്ധിമുട്ട് ആലോചിച്ച്, വണ്ടിയൊന്നും ഇല്ലാത്ത കാലത്ത് ഹെൻറി ബേക്കർക്ക് മനസ്സിലായി നടക്കാൻ പോകുന്ന കാര്യമല്ല. ഒരു തവണയല്ല, ഈ സംഘം ചെന്നത് 5 തവണ. 5 തവണ നടന്ന് കാടുംപള്ളയും കടന്ന് നടന്ന് അവിടെ ചെന്നപ്പോ ഹെൻറി ബേക്കർക്ക് തോന്നി, ഇനി ഞാൻ പോയില്ലെങ്കിൽ അത് മോശമാണ്. കഷ്ടപ്പെട്ട് ത്യാഗം സഹിച്ച് കാട്ടുമൃഗങ്ങളുടെ ഇരമ്പലും മൂളലും കേട്ട് അദ്ദേഹം മുണ്ടക്കത്ത് വന്ന് നദീതീരത്ത് പറഞ്ഞ സ്ഥലത്ത് കാത്തിരിക്കുക. ഭയങ്കര തണുപ്പ്. നേരം വെളുക്കുമ്പോ ഇവിടെ എല്ലാം ഈ പക്ഷി ഉണ്ടല്ലോ, മുണ്ടി, അത് വന്നിരിക്കുക. അങ്ങനെ ഈ മുണ്ടിക്കയവാണ് മുണ്ടക്കയവായ. അങ്ങനെ ഉണ്ടായ പേരാണ്. അടിമകളെല്ലാം അദ്ദേഹം കൊണ്ടുവന്ന് ഹൈറേഞ്ചിന്റെ പലയിടങ്ങളിൽ മാറ്റിപ്പാർപ്പിച്ചു. കുമളിയിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ നിരവധി സ്വകാര്യ കമ്പനികൾ വന്ന് തേയിലത്തോട്ടങ്ങൾ ആരംഭിച്ചു. മുണ്ടക്കയത്തിന്റെ പരിസര പ്രദേശങ്ങളിൽ റബ്ബർ തോട്ടങ്ങൾ. ഇവിടേക്ക് പോകണം, കാരണം ഇവർക്ക് നടന്നു പോകണമെങ്കിൽ
അഗ്രഹാരങ്ങളൊന്നും പരിസരത്തുണ്ടാകരുത്. അഗ്രഹാരങ്ങൾ നമ്പൂതിരിമാര് മാത്രം താമസിക്കുന്ന മേഖലയാണ്, മറ്റാർക്കും അവിടേക്ക് പ്രവേശനമില്ല. അങ്ങനെ അവരവരുടെ സ്വകാര്യതയിൽ കഴിഞ്ഞുകൊള്ളട്ടെ എന്ന് കരുതിക്കൊണ്ട് അവരുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി വെട്ടിയ റോഡാണ് ഈ KK റോഡ്, കോട്ടയം കുമളി. മനസ്സിലായോ? ഇന്ന് അതിന്റെ സൈഡിൽ ഒരുത്തൻ ഈ ബൈബിളും കൊണ്ട് നിൽക്കും പോരാ, കയറി പോടാന്ന്. മനസ്സിലായോ? പരസ്യം നിർത്താൻ ചെന്നിക്കുക പറയാ, നിർത്തിയിട്ട് പോകാൻ. നീ ചരിത്രം പഠിക്കണം ആദ്യം. ഈ പുസ്തകം കയ്യിലുള്ളവൻ അവിടെ നിൽക്കാൻ ആർജവം കൂടുതൽ. അവിടെ നിൽക്കാനുള്ള അവകാശം ആരുടെ ഔദാര്യമല്ല, അത് ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്റെ പ്രഖ്യാപനമാണ്. ആ പരിസരത്തു നിന്നുകൊണ്ട് നസ്രായനായ യേശുവിനെ ഉയർത്തുവാൻ ചരിത്രപരമായ ചില പൈതൃകങ്ങളും കാരണങ്ങളും ഈ പുസ്തകം കയ്യിലേന്തിയവർക്കുണ്ട് എന്ന സത്യം മലയാളക്കര തിരിച്ചറിഞ്ഞുകൊള്ളട്ടെ. മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ നിങ്ങൾ പരസ്യവും നടത്തും. എനിക്കൊരു 2-2.5 മണിക്കൂർ വേണം. കഴിഞ്ഞ 2-3 വർഷം മുമ്പ് കുമളിയിൽ നമ്മളൊരു ഭാവിച്ചാൻ പരസ്യവും നടത്തും. അവിടെ വന്ന് ഞാനിതൊക്കെ കുറെ സംസാരിച്ചാണ്. KK റോഡും MC റോഡും ഒക്കെ വന്നതും മഹാരാജാസ് തുടങ്ങിയതും. മുണ്ടക്കയത്ത് അങ്ങനെ ഹെൻറി ബേക്കർ ആരംഭിച്ച സ്കൂളാണ് CMS സ്കൂള്. മനസ്സിലായിട്ടുണ്ടാ? അങ്ങ് കോട്ടയത്ത് CMS കോളേജ്, CMS കോളേജ് കോട്ടയത്ത് നമ്മൾ ആരംഭിക്കുമ്പോഴേ സർക്കാരിന് സ്വന്തം LP സ്കൂളില്ലാത്ത കാലമാണ്. രാജ്യം ഭരിക്കുന്ന രാജാവിന് സ്വന്തം സ്കൂളില്ലാത്ത കാലമാണ്. എന്നിട്ട് ചിലർ വന്ന് ബോധപൂർവം നമ്മളെടുത്ത് പറഞ്ഞു തരികയാണ്, ഇന്ത്യക്ക് ഭയങ്കര ശ്രേഷ്ഠമായ ഗുരു പരമ്പരയൊക്കെ ഉണ്ട്. ശരിയാണ്, ഓലയൊക്കെ കൊണ്ട് മനുഷ്യൻ എഴുതാനും പഠിക്കാനൊക്കെ പോയിട്ടുണ്ട്. ഓല എഴുതി പഠിച്ചിട്ടില്ലേ? ചിലത് സമ്മതിക്കുന്നില്ല. പ്രായം ചെറുതാന്ന് പറയാനാ സമ്മതിക്കാത്ത. എനിക്കറിയാം അടവ്. പഠിക്കുന്നതെല്ലാം കുഞ്ഞുങ്ങളാണെന്ന് തെളിയിക്കാൻ വേണ്ടിയാ ഓല പഠിക്കുക. അതിനൊരു തലയെക്കെട്ടും ഒക്കെ ആയിട്ടൊരു ഓലയൊക്കെ ആയിട്ട് പോകാമായിരുന്നു അല്ലേ? ഗുരുവിന്റെ മുമ്പിലിരുന്ന് ഇതൊക്കെ എഴുതി ഇങ്ങനെ പഠിക്കുക. ഇത് മഹത്തരമാണെന്നൊക്കെയാ പറയുന്നത്. ഇതാ ഒരു 100 വർഷം അല്ല, നമ്മളൊരു 50 വർഷം മുമ്പൊക്കെ ഇവിടുന്ന് ഓല പഠിക്കുക. ഈ രാജ്യത്തെ ഷർട്ടിടാത്തൊരു മാഷേ നിലത്ത് മണ്ണിലെഴുതി പഠിപ്പിച്ച് പാരമ്പര്യമാ ഗുണപരമാന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഇരുന്ന് ആ ഹരിശ്രീ കുറിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ 1000 ആണ്ടപ്പുറത്തെ 1000 കൊല്ലങ്ങൾക്കപ്പുറത്ത് സായിപ്പ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി തുടങ്ങിയത്. മനസ്സിലായോ? കേംബ്രിഡ്ജ് സർവകലാശാല തുടങ്ങിയ 1000 ആണ്ടപ്പുറത്തെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയും ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സും ഏതാണ്ട് 300-350 വർഷങ്ങൾക്കപ്പുറത്തെ ആവി യന്ത്രവും അതുപോലെ റെയിൽവേയും ഒക്കെ ആരംഭിച്ചു. ഭൂഗർഭ തുരങ്കങ്ങൾ ഉണ്ടാക്കി, അതുവഴി ട്രെയിനുകൾ ഓടിച്ചു തുടങ്ങി അവരവിടെ. അപ്പോഴും നമ്മൾ ഇവിടെ ഉടുപ്പിടാതെ ഓലയെ പഠിപ്പിച്ചിട്ട് പറയാ ഇന്ത്യക്കൊരു മഹത്തരമായ പാരമ്പര്യം ഉണ്ടെന്നേ. തൽക്കാലം അനിൽ കൊടുത്തോടത്തിന് അത് വേണ്ടെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. നിങ്ങൾ എടുത്തു. എനിക്കത് വേണ്ടെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ? എനിക്കത് വേണ്ട, അത് നിങ്ങൾ എടുത്തു. നമുക്ക് വേണ്ട, അത് മൊത്തം കൊണ്ടുപോളൂ. അത് മഹത്തരമാണെന്ന് വിശ്വസിക്കുന്നവർക്ക് മഹത്തരമാണെന്ന് വിശ്വസിക്കുക. മറ്റൊന്നുകൂടിയുണ്ടേ, അമ്മയ്ക്ക് മാറുമറക്കാൻ അധികാരമില്ലാത്ത സ്ഥലമായിരുന്നത്. നങ്ങേലി എന്നൊരു ഈഴവയുവതിയുണ്ട്. ചരിത്രം പഠിക്കുന്ന ഒരു അമ്മ മാറുമറച്ചതിന്റെ പേരിൽ ആ മാറിടം മുറിച്ചു കളഞ്ഞ ക്രൂരത ഈ രാജ്യത്ത് അരങ്ങേറി. ചെയ്ത വ്യക്തിയുടെ പേര് വേലുത്തമ്പി ദളവയെന്നാണ്. നീ വേലുത്തമ്പിയൊക്കെ വാഴ്ത്തിപ്പാടുന്ന മനുഷ്യരുണ്ട്, എന്തറിഞ്ഞിട്ടാന്നൊരു പിടിയില്ല. വേലുത്തമ്പി ഗുണ്ടറ വിളംബരം നടത്തി ഇയാളാ ബ്രിട്ടീഷുകാരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇംഗിതത്തിന് വഴങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ, പുള്ളിയുടെ കച്ചവടം നടക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ നിങ്ങൾ പോക്കോളാൻ. അല്ലാതെ ഇന്ത്യക്കാരന് സ്വാതന്ത്ര്യം തരാൻ വേണ്ടിയൊന്നും അല്ല. അതുകൊണ്ട് ഞങ്ങളോട് സംസാരിക്കാൻ വരുമ്പോ ചരിത്രം പഠിച്ചിട്ട് വന്നാൽ മതി, ഇല്ലെങ്കിൽ ഞങ്ങൾക്കത് പഠിപ്പിക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. തീർന്നു, ഞാൻ വിടുന്നു. കാരണം സഹോദരിമാർക്കൊന്നും ഒരു സന്തോഷമില്ല. ഉപദേശി വന്നിട്ട് ഒരു ഉണർവോ ഒരു വിടുതലോ രോഗശാന്തിയോ ഒക്കെ തരുമെന്ന് ഓർത്തിരുന്നതാണ്. അതിപ്പോൾ കിട്ടും. പിന്നെ കാര്യം കൂടെ ഗ്രഹിച്ചു പോവും, വസ്തുതകൾ മനസ്സിലാക്കി പോവും. ശല്യം പറയാണ്ട് നിങ്ങൾ എന്തിനാ ഇതൊക്കെ പറയുന്നത്? ഞാൻ പറയുന്നത് ഭരണഘടന തരുന്ന സ്വാതന്ത്ര്യമാണ്, നിങ്ങൾ ഉപയോഗിക്കാത്ത കുഴപ്പമാണ്. നമുക്ക് മാത്രമേ ഉള്ളൂ അങ്ങനെ ഇങ്ങനെ പറയണമെന്നല്ല. തിട്ടൂര് എവിടെയെങ്കിലും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. നമ്മൾ മാത്രം പറയുമ്പോൾ ഇങ്ങനെ അടങ്ങി ഒതുങ്ങി അതൊന്നുമില്ല. ഇത് രാജഭരണമൊന്നുമല്ല. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോ ഇവിടേക്ക് ക്രിസ്ത്യാനിറ്റി വന്ന് പഠിപ്പിച്ച ഉദാത്തമായ കാര്യങ്ങളുണ്ട്. മറ്റൊരു ആരോപണമുള്ളത്, നമ്മൾ ഈ സായിപ്പിന്റെ വശമാണ്.
അങ്ങനെയൊന്നും അല്ലെന്നേ. ഈ സായിപ്പിനെ മിഷനറിയെ ഞങ്ങൾ രണ്ടായിട്ടാണ് കാണാം. സായിപ്പ് വന്ന എന്തിനാ? കച്ചവടത്തിന് തേക്കുംതടി കൊണ്ടുപോകാൻ, ചന്ദനത്തടി കൊണ്ടുപോകാൻ, നമ്മുടെ ഉൽപ്പന്നം കൊണ്ടുപോകാൻ. സായിപ്പിനെ കൊണ്ടുവന്നാരാ? ഒരു ദിവസം രാവിലെ സായിപ്പ് പോയേക്കാന്ന് പറഞ്ഞു വന്നല്ല. സായിപ്പിയോട് വരുമ്പോ കൈനീട്ടി സ്വീകരിച്ചത് ഈ രാജ്യത്തിലെ രാജാക്കന്മാരാ. 108 വിധ കരം പിരിച്ചു മാർത്താണ്ഡവർമ്മയെ പോലുള്ള രാജാക്കന്മാര്. 7 കോഴ അംഗം ചുങ്കം കരങ്ങളുടെ പേരാ. തലക്കരം, മുലക്കരം, നടക്കരം, കൊടിക്കരം, 108 വിധ കരം. ഞാൻ ആഗസ്റ്റ് 15 ഒരു പ്രസംഗം പറഞ്ഞിട്ടുണ്ട്, അതിൽ കിടപ്പുണ്ട് ഇതെല്ലാം. ഇത്രയും കരം പിടിച്ച് മനുഷ്യനെ നട്ടല്ലൊടിച്ചുകൊണ്ടിരിക്കുമ്പോഴാ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വരുന്നത്. പിന്നെ ഇവര് കൂടി നിന്നങ്ങ് പിരിച്ചു. ഇവിടെ ആർക്കും ഗുണം വരാൻ ചെയ്തല്ല ഇവര്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി വരും മുമ്പ് ഇന്ത്യ ഭരിച്ച രാജാക്കന്മാരും നമ്മളെ ചൂഷണം ചെയ്യായിരുന്നല്ല. അത് മാനം മര്യാദയ്ക്ക് ഇവിടെ ഒരു രാജാവും ഭരിച്ചിട്ടില്ല. ഉണ്ടെങ്കിൽ പേര് പറഞ്ഞാൽ മതി. പിന്നെ പ്രസംഗിക്കുന്നത് ഇവരെ ഔദാര്യത്തെ പറ്റിയാ. ഇവര് വലിയ ദയാലുവായിരുന്നു. അതിനിപ്പോ എന്താ? ഇപ്പൊ നമ്മുടെ ഭരണാധികാരികളെ ചൂണ്ടിക്കാണിച്ചിട്ടൊരാൾ നമ്മുടെ മുഖ്യമന്ത്രി വലിയ ഔദാര്യമുള്ളതാണ്, അല്ലെ പ്രധാനമന്ത്രിക്ക് ഔദാര്യം. ഔദാര്യം വേണ്ട മാഷേ, ഇവിടെ അവകാശമുണ്ട്. അതാ ഞാൻ ചോദിക്കുന്നത്. ഔദാര്യം കൈവച്ചു അത് നല്ലതാണ്. അത് മനുഷ്യന്റെ വ്യക്തിപരമായ സ്വഭാവമാണ്. അവകാശം എന്നുണ്ട്, അത് വേറെയാ. അത് കിട്ടുന്നത് ഇന്ത്യ റിപ്പബ്ലിക് ആയി കഴിഞ്ഞ. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും 47 ശേഷമുള്ള ഇന്ത്യയാണ് ഞാൻ ബഹുമാനിക്കുന്നത്, സ്നേഹിക്കുന്നത്. അതിന് മുമ്പുള്ള ഇന്ത്യ അല്ല. അതിനു മുമ്പുള്ള ഇന്ത്യയിൽ ഞാൻ വെറും പ്രജയായിരുന്നു, നിങ്ങൾ വെറും പ്രജയായിരുന്നു. അതിനുശേഷമുള്ള ഇന്ത്യയിൽ ഞാൻ അധികാരമുള്ള പൗരനായി. പൗരൻ കിട്ടിയ വ്യത്യാസം. ഈ രാജ്യത്ത് മിഷണറിമാർ വന്നത് കൊള്ളയടിക്കാനാണ്. അവർക്ക് അവിടേക്കുള്ള സ്വത്ത് വിറ്റിട്ടാണ് ത്യാഗം സഹിച്ച് ഇവിടെ വന്ന് ഈ പണിയെല്ലാം എടുത്തത്. ചിലർ ഇവരെ തന്നെ മരിച്ചടങ്ങി. ഒരു പിടി മണ്ണും കൊണ്ടുപോയില്ല, ഒരു തരി പൊന്നും കൊണ്ടുപോയില്ല, ഒരു ഉറുപ്പിക ഇവിടുന്ന് കൊണ്ടുപോയില്ല. വലിയ സൗകര്യങ്ങൾ ജീവിച്ച മിഷണറിമാർ തോമസ് നോട്ടനും ബെഞ്ചമിൻ ബെയ്ലിയും വില്യം കേരിയും ഒക്കെ ഈ രാജ്യത്ത് വന്ന് നമുക്ക് വേണ്ടി പൊരുതി മരിച്ചടങ്ങിയായിരുന്നു. നമുക്ക് വിദ്യാഭ്യാസം നൽകാൻ, നമ്മളെ പരിഗണിക്കാൻ. അവരാണ് വ്യാകരണം ഉണ്ടാക്കിയത്. നിങ്ങൾക്കറിയണ്ടേ, ഇന്ത്യയിലെ 85 പരം ഭാഷകളിൽ നിഘണ്ടു ഉണ്ടാക്കിയത് യേശുവിന്റെ അനുഗാമികളായ മിഷണറിമാരായിരുന്നു. 125 ഭാഷകൾക്ക് വ്യാകരണമുണ്ടാക്കി ക്രമീകൃതമാക്കിയത് യേശുവിന്റെ അനുഗാമികളായ മിഷണറിമാരായിരുന്നു. ഈ രാജ്യത്തെ രൂപപ്പെടുത്തി ഇന്ന് കാണുന്ന അളവിലേക്ക് ആധുനികതയുടെ മനുഷ്യാവകാശങ്ങളുടെ വഴിത്താരകൾ സൃഷ്ടിച്ചുകൊണ്ട് മനുഷ്യരാശിക്ക് മാറ്റം വരുത്തിയ ഉജ്ജ്വലമായ സന്ദേശം നസ്രയനായ യേശുക്രിസ്തുവിന്റെ സുവിശേഷമായിരുന്നു. ആ സുവിശേഷത്തെ ഈ രാത്രി കേൾപ്പവരുടെ നടുവിൽ വിശ്വാസത്തിന് ആധാരമായി ഉയർത്തി കാണിച്ചുകൊണ്ട് അതിന്റെ സാരാംശം, അതിന്റെ സന്ദേശം, അതിന്റെ ഉള്ളടക്കം ഇങ്ങനെ ഘോഷിക്കട്ടെ. മറ്റൊരു വല്ലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇതിനിടയില് ഇവിടെ ഈ ആംഗ്ലിക്കൻ സഭകളും അതിനു മുമ്പ് തന്നെ യാക്കോബായ സഭകളിലെ ഓർത്തഡോക്സ് സഭകളുടെ പ്രാചീനമായൊരു രൂപം ഇവിടെ നിലനിന്നിരുന്നു. പോർച്ചുഗീസുകാർ വന്നതോടെ കത്തോലിക്ക സഭയുണ്ടായി കേരളത്തിൽ. ഇതെല്ലാവരും യാഥാർത്ഥ്യമാണ്. ഈ മിഷണറിമാരാദ്യം വന്ന് ചെയ്തത് തദ്ദേശീയരായ യാക്കോബായ ഓർത്തഡോക്സ് വിശ്വാസം കൈക്കൊള്ളുന്ന ആളുകളെ ബൈബിളിലേക്ക് നയിക്കുക എന്നതായിരുന്നു. അതുവരെ ഇവിടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനിറ്റിക്കകത്ത് ദുരാചാരങ്ങളുടെ വലിയ ഒരു ശൃംഖല തന്നെയാണ്. പലതരം ദുരാചാരങ്ങൾ, മന്ത്രവാദം വരെ ക്രൈസ്തവർക്കിടയിൽ ഉണ്ടായിരുന്നു. കൊടും മന്ത്രവാദികൾ ക്രിസ്ത്യാനികൾക്കിടയിൽ ഉണ്ടായിരുന്നു. പ്രാകൃതങ്ങളായ ദുരാചാരങ്ങളിലൂടെ, അനാചാരങ്ങളിലൂടെ കോഴി വെട്ടുന്ന, ഗുരുതി നടത്തുന്ന, മന്ത്രവാദം ചെയ്യുന്ന, ആഭിചാരകർമ്മം ചെയ്യുന്ന ഏർപ്പാടുകൾ നിലനിൽക്കവേ മിഷണറിമാർ അമ്പരന്നുപോയി. ഇവർക്കിതെങ്ങനെ? കാരണം ഒന്ന്, ഇവിടെ ആരുടെയും കൈ ബൈബിളില്ല. ഉള്ള ബൈബിളാകട്ടെ സുറിയാനി ഭാഷയില. അത് വായിക്കുന്നവനും കേൾക്കുന്നവനും ഒന്നും പിടികിട്ട. കേട്ട നമ്മൾ കുറിയോ ലൈസൻ എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പോകും. ഉള്ളതാകട്ടെ സർക്കുലേറ്റിംഗ് ലെറ്റർ പോലെ ഇന്ന് ഇവിടെ വായിച്ച ബൈബിള്
മത്തായുടെ സുവിശേഷം കീറിയെടുത്ത് അടുത്ത സ്ഥലത്ത് കൊടുക്കണം. അപ്പോഴേക്ക് മർക്കോസിന്റെ സുവിശേഷം കറങ്ങി ഇവിടെ വരും. പുസ്തകമില്ല. അന്ന് കേരളത്തിലൊരു ബിഷപ്പ് ലോർഡ് ഗാംബിയർക്ക് ഇംഗ്ലണ്ടിലേക്ക് അയച്ച കത്തിന്റെ കോപ്പി കോട്ടയം CMS പ്രസിൽ ഇരിപ്പുണ്ട്. ഇപ്പോഴും ആർക്കൈവ്സിൽ ഇരിപ്പുണ്ട്. ബൈബിളിന്റെ പ്രതികൾ ഞങ്ങൾക്ക് അയച്ചു തരണം. മിഷണറിമാർ ബൈബിൾ പഠിപ്പിച്ചു. ഇന്ത്യൻ ക്രൈസ്തവരെ ബൈബിൾ ആഴത്തിൽ പഠിപ്പിക്കാൻ ശ്രമങ്ങൾ നടത്തി. മീനച്ചിലാറിന്റെ തീരത്ത് സെമിനാരി ആരംഭിച്ചു. നമ്മളിന്ന് പഴയ സെമിനാരി എന്ന് വിളിക്കുന്ന സ്ഥാപനം. ഇതൊക്കെ ആരംഭിച്ച് പഠനം അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ വളരെ വളരെ ശ്രമിച്ചിട്ടു പരമ്പരാഗതമായി ഇവിടുത്തെ ക്രൈസ്തവർക്ക് ഒരു മാറ്റമില്ല. ബിഷപ്പുമായിട്ട് നേരിട്ട് സംസാരിച്ചപ്പോ അന്നത്തെ ബിഷപ്പ് മാവേലിക്കരയിൽ ഇരുന്നു കൊണ്ട് മിഷണറിമാരുടെ ബന്ധം വിച്ഛേദിച്ച് കേരള സഭ പോകേണ്ട മലങ്കര സഭ എങ്ങനെ പോകണം എന്നതിനെപ്പറ്റി ഒരറിയിപ്പ് പുറത്തിറങ്ങി. അതിന്റെ പേര് പ്രസിദ്ധമായ മാവേലിക്കര പടിയോല. 1936 മാവേലിക്കര പടിയോലയുടെ കാലം. മാവേലിക്കര പടിയോല വരെയാണ് മിഷണറിമാരും ഇവിടുത്തെ ക്രിസ്ത്യാനികളുടെ ചേർന്ന് പോയത്. അപ്പൊ മിഷണറിമാർക്ക് മനസ്സിലായി ഇതിനകത്ത് കിടന്ന് പ്രവർത്തിച്ചിട്ട് കാര്യമൊന്നുമില്ല. ജനങ്ങളിലേക്ക് ഇറങ്ങിയപ്പോൾ ഏറ്റവും അധികം ആളുകൾ അന്ന് ക്രിസ്ത്യവിശ്വാസം സ്വീകരിച്ച വിഭാഗം ഈഴവ സമുദായത്തിൽ നിന്നായിരുന്നു. വിശേഷിച്ച് മാവേലിക്കര ഭാഗത്ത് ഒക്കെ ഇന്നേറെയുള്ള ക്രൈസ്തവരിൽ അധികം പേരും ഈ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്നവരാണ്. അരയാ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വലിയൊരു സമൂഹം വന്നു. മലയരകർ നമ്മുടെ തൊട്ടടുത്തുള്ള ഭൂപ്രദേശങ്ങളിൽ, പൂഞ്ഞാറും പരിസര പ്രദേശങ്ങളിൽ ധാരാളം ആളുകൾ ഈ വിശ്വാസം സ്വീകരിച്ചു വന്നു. ദലിതരാദ്യമായി വിശ്വാസം സ്വീകരിച്ചു വരുന്നത് 1824 മല്ലപ്പള്ളിയിലാണ്. മല്ലപ്പള്ളിയിൽ ആദ്യമായി വിശ്വാസം സ്വീകരിച്ചു വന്ന തെയ്യത്താൻ എന്നു പേരായ ഒരു അടിമ കാളയോട് ചേർത്ത് നിലമുഴുന്നൊരു കാഴ്ച കണ്ട് മിഷണറി ആ മനുഷ്യനെ അടിമയെപ്പോലെ വില കൊടുത്തിഞ്ഞു വാങ്ങി. പിറ്റേന്ന് രാവിലെ മല്ലപ്പള്ളി ആറ്റിൽ കൊണ്ട് സ്നാനപ്പെടുത്തുകയല്ല, 1.5 കൊല്ലം വചനം പഠിപ്പിച്ചു. ആവേശം കയറിയൊന്നും സ്നാനപ്പെട്ട് വന്നവരല്ല ഈ രാജ്യത്തിലെ ഒരു ദൈവമക്കളും. സ്നാനത്തിന്റെ തൊട്ടു മുമ്പ് പഠിപ്പിച്ചു, വേണോ വേണ്ടയോ എന്ന് പലയാവർത്തി പഠിപ്പിച്ചു. ആ ഘട്ടത്തിലാണ് നിങ്ങൾ സി കേശവന്റെ ജീവചരിത്രം വായിക്കണം. ഈഴവ സമുദായത്തിലുള്ള സി കേശവന്റെ നേതൃത്വത്തിൽ 25,000-ൽ പരം ഈഴവ സഹോദരന്മാർ ഒന്നടങ്കം ഒരു മാസ് കൺവേർഷന് തയ്യാറെടുത്തുകൊണ്ട്, മതപരിവർത്തനം ചെയ്യാൻ തയ്യാറെടുത്തുകൊണ്ട് തിരുനക്കര ചെന്ന് അതിനുവേണ്ട സന്നാഹങ്ങളെല്ലാം ഒരുക്കിയിട്ട് മിഷണറിയെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താണെന്ന് അറിയണ്ടേ? ഉള്ളിന്റെ ഉള്ളിൽ യേശുവിന്റെ ചൈതന്യം വരാതെയും ബൈബിളിനെ കുറിച്ചുള്ള ആഴത്തിലെ ചിന്ത ഗ്രഹിക്കാതെയും ഒരു സമൂഹം ഒന്നടങ്കം വരേണ്ടുന്ന മാർഗമല്ലിത്. അതുകൊണ്ട് പോയി നിങ്ങളുടെ മാർഗത്തിൽ പഴയ പോലെ ജീവിക്കണം. എന്നെങ്കിലും മാനസാന്തരം വരുമ്പോൾ ഒറ്റക്കൊറ്റയ്ക്ക് വരണം. ഈ നിലപാടിന്റെ പേരാണ് ക്രിസ്ത്യാനിത്വം. അത് ഞങ്ങൾ വീണ്ടും ഊട്ടി ഉറപ്പിച്ച് പറയും. ഒരു ജനാവലി ഒറ്റക്കെട്ടായി ഞങ്ങൾ പഴയ മതം മടുത്തു, വിശ്വാസം മടുത്തു എന്ന് പറഞ്ഞ് മാറ്റത്തിനോടി വന്നാൽ സ്നാനം നൽകുന്ന മാർഗമല്ലിത്. പക്ഷേ ഏതൊരു പാവി ബ്രാഹ്മണനാകട്ടെ, ക്ഷത്രിയനാകട്ടെ, വൈശ്യനാകട്ടെ, ശൂദ്രനാകട്ടെ, ആര്യനാകട്ടെ, ചണ്ടാളനാകട്ടെ, ജൂതനാകട്ടെ, യവനനാകട്ടെ, യാതൊരുവൻ വിളിച്ചു പറയാ, നാഥാ ഞാൻ പാപിയായൊരു മനുഷ്യൻ, എന്റെ പാപത്തിന്റെ പരിണിത ഫലമായി അങ്ങ് കാൽവരുടെ കൊലമരത്തിൽ തറക്കപ്പെട്ടു, ആ പുണ്യാക രക്തത്തിൽ ഞാൻ അഭയപ്പെടുന്നുവെന്ന് ഹൃദയംഗമായി വിളിച്ചു പറഞ്ഞാൽ അവന് സ്നാനം കൊടുക്കണം. പിന്നെ ക്ലാസ് ഒന്നും എടുക്കണമെന്നില്ല. സ്നാനപ്പെടുത്തുമ്പോ ഇച്ചിരി തെറ്റിപ്പോയാൽ പോലും കുഴപ്പമില്ല. അതും വളരെ ശ്രദ്ധിക്കണം. ഈ വെള്ളത്തിൽ ഇറങ്ങി നിന്നുകൊണ്ട്, നല്ല തണുത്ത വെള്ളത്തിൽ മുക്കാൻ ആളിനെ പിടിച്ചിട്ട് ഒത്തിരി നേരം ഈ കറങ്ങി തിരിഞ്ഞ് ചോദിച്ചാൽ അവനത് കേൾക്കാൻ പോലും നേരം കിട്ടില്ല. വെള്ളത്തിന്റെ തണുപ്പും നമ്മുടെ ആ വൈബ്രേഷനും. ഒരിക്കലാളെ ഇങ്ങനെ വെള്ളത്തിൽ നിർത്തിയിട്ട് പാസ്റ്റർ ചോദിച്ചു, മാനവജാതിയുടെ പാപത്തിന്റെ പരിണിത ഫലമായി തിരുവെഴുത്തിൻ പ്രകാരം മരിച്ചു. എല്ലാം ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ഇദ്ദേഹം ശ്രദ്ധിക്കാതെ പിന്നെ ഒന്നുകൂടെ പറയേണ്ടി വന്നു. സായിപ്പ് ഇത്രയും ചോദിക്കും. സായിപ്പ് നമ്മളെ വെള്ളത്തിലൊക്കെ ഇരിക്കും, വൈ ഡു യു വാണ്ട് ടു ബി ബാപ്റ്റൈസ്? നീ എന്തിനാ സ്നാനപ്പെടുന്നേ? അന്നേരം അറിയാം വിവരമുണ്ടോ ഇല്ലയോ. അല്ല, നമ്മൾ എഴുതി പഠിപ്പിച്ചോലൊന്നും അല്ല എൻ്റെ പണി. ആ, അപ്പോഴാ പുള്ളി മുക്കുന്ന ഇങ്ങനെ.
അവരിങ്ങനെ പലപ്പോഴും മുക്കുന്നത്. നമ്മളാ ഈ മനുഷ്യനെ നടുപൊടിയുമ്പോൾ ഇങ്ങനെ പിടിച്ചൊരു മുക്ക്. ഞാൻ ആളുകളെ ഇങ്ങനെയാണ് മുക്കുന്നത്. അപ്പോൾ എന്നോടൊരു ഇതിഹാസൻ പ്രായമുള്ള രാജാൻ ചോദിച്ചു, ഇവിടെ നീ എന്താ കുഞ്ഞെ അങ്ങനെ മുക്കും? ഞാൻ പറഞ്ഞത് എൻ്റെയും അവരുടെയും ആരോഗ്യത്തിനതാ നല്ലത്. നമ്മൾ രണ്ടും കൂടെ മുങ്ങണ്ടി വരില്ലേ. അപ്പോൾ അച്ചാൻ പറഞ്ഞു, കുഞ്ഞെ അങ്ങനല്ല, ഇത് മരണ പുനരുത്ഥാനങ്ങളോട് ഏകീഭവിക്കുക. ക്രിസ്തുവിൻ്റെ മരിച്ചെങ്ങനെ അടക്കുന്ന മലർത്തി ഇങ്ങനെ അടക്കുന്നു, അവൻ വെള്ളത്തിൽ നിന്ന് ഉയർക്കുന്നു. രൂപകാർത്ഥത്തിലാ പറഞ്ഞല്ല, ശരിയോ? അപ്പൊ ഞാനൊന്ന് ക്ലിയർ ആകാൻ വേണ്ടി ചോദിച്ചു, അത് ശരി. അപ്പൊ വെള്ളം, ശവക്കുഴി, മുക്കുന്ന ആള് ശവം അടക്കുന്നു, മുങ്ങുന്നവൻ ശവം പൊങ്ങുമ്പോൾ ഉയർക്കുന്നു. ഇതല്ലേ അച്ഛൻ പറഞ്ഞു? അതെ. പക്ഷെ ഏത് രാജ്യത്തെ ഈ ശവക്കുഴിക്കകത്ത് ഇറങ്ങി നിന്ന് നടക്കുന്നു? എന്ന് പറ. എന്നോട് അച്ഛൻ പറയാ, നീ ഒരു അഹങ്കാരിയാന്ന് വന്നപ്പോഴെനിക്ക് തോന്നിയാണ്. നമ്മള് കാര്യം പറഞ്ഞേ ഉള്ളൂ. ഇന്നുവരെ എനിക്ക് എന്റെ മറുപടി കിട്ടിയിട്ടില്ല. ഡിപ്പ് ഇൻ ടു ദ വാട്ടർ, അതാണ് സ്നാനം. സ്നാനപ്പെടുമ്പം വെള്ളത്തിൽ പൂർണ്ണമായി മുങ്ങണമെന്ന്. തളിച്ചു വിട്ടാൽ അത് സ്നാനമാവില്ല. മനസ്സിലായില്ലേ? ഡിപ്പ് ഇൻ ടു ദ വാട്ടർ, മുങ്ങണം. സന്തോഷമല്ലേ? ആ, തിരിച്ചു വരാം. അപ്പോഴേ ഇതൊക്കെ പറയുമ്പോഴും ഈ ചർച്ചകൾ ഇങ്ങനെ ശക്തിപ്പെട്ട് കേരളത്തിൽ വരുമ്പോൾ ഈ ചർച്ചകളിലൊരു പൊതു പ്രശ്നം, എല്ലായിടത്തും ഒരുതരം മാന്യം, അന്നും ഒരു മാന്യം. കാരണം പ്രസംഗിക്കുന്നു, പാടുന്നു, ഒരു പാട്ടുമൊക്കെ പാടി വചന സന്തോഷമൊക്കെ ഉണ്ടെങ്കിലും ആ സന്തോഷത്തിൽ ഒരു പ്രചോദനത്തിന്റെ കുറവ്. അങ്ങനെ ഇരിക്കെ ഈ തമിഴ്നാട്ടിൽ നിന്നൊരു ഉപദേശി കൊട്ടാരക്കരക്കടുത്ത് പ്രസംഗിക്കാൻ. തമിഴ്നാട്ടിൽ വന്ന ഉപദേശിയെ കണ്ട് പേരൊന്നും ആളോട് ചോദിച്ചില്ല, നമ്മൾ തന്നെ ഒരു പേര് പുള്ളിക്കാൻ കിട്ടും, പാണ്ടിക്കാരൻ ഉപദേശി. ഞാൻ പറഞ്ഞല്ലെന്നത് DC പ്രസിദ്ധം ചെയ്യുന്ന പുസ്തകത്തിലുള്ള കാര്യ. വിവരവും വെളിവില്ലാത്ത സാധനം DC പബ്ലിക്കേഷൻ പുറത്തിറക്കുമോ? അതിൽ കിടക്കുന്ന പേരാ ഞാൻ പറഞ്ഞത്. പാണ്ടിക്കാരൻ ഉപദേശി പ്രസംഗിക്കാൻ നിൽക്കും. പ്രസംഗം അങ്ങോട്ട് ആരംഭിച്ചൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ കേൾവിക്കാർ വല്ലാത്ത വിധത്തിൽ അവിടെ നിന്ന് വിറയ്ക്കുക. വചനം അതിന്റെ ശക്തിയോടെ വരുമ്പോൾ ചിലർ എഴുന്നേറ്റ് നിന്ന് കരയുക, ചിലർ ഉച്ചത്തിൽ കരയുക. ചുരുക്കി പറഞ്ഞ കരച്ചിലും ഏറ്റുപറച്ചിലും ക്ഷമാപണവും ഒക്കെ നടക്കുക. ഈ ആവേശം വരുമ്പോഴേക്ക് ഈ പാണ്ടിക്കാരനുമതി ഇങ്ങനൊരു ആക്ഷൻ കാണിക്കും. ഇതറിഞ്ഞ ആൾക്കാർ എന്ന് പറഞ്ഞു, ഈ ഉപദേശിയുടെ ഏതാണ്ട് ഒരു പൊടിയുണ്ട്, ആ പൊടി വാരി എറിയുമ്പോഴാ ആളുകൾ ഇളകുന്നു. ഇപ്പൊ ഈ വിചാരണ ചെയ്ത പുരോഹിതൻ ചോദിച്ചു, അതെന്തോ പൊടിയാ? ഒന്നാം പറഞ്ഞു, അതിന്റെ പേരാ പാണ്ടിപ്പൊടി. എന്തൊക്കെയായിരുന്നു ഇവിടെ ഇതറിയാൻ വേണ്ടി തിരുമേനി വന്നു, പള്ളിക്കകത്തൊക്കെ കയറി പ്രസംഗിക്കുക. പുള്ളി ഇപ്പൊ ഇതൊന്നും തിരക്കില്ല, ആരാ പള്ളിയാന്ന് അങ്ങോട്ടും കയറി പ്രസംഗിക്കും. ആളുകൾക്ക് വലിയ മാനസാന്തരം. പുകവലി ഉപേക്ഷിക്കുന്നു, മദ്യപാനം ഉപേക്ഷിക്കുന്നു, വെറിക്കുത്തുകളെല്ലാം ഉപേക്ഷിക്കുന്നു, പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കരയുന്നു. അച്ഛനും പുരോഹിതനും എല്ലാം അറിഞ്ഞ ആകപ്പാടെ വിഷയമായി. അങ്ങനെ വന്നിരുന്ന് കേൾക്കാമെന്ന് ഓർത്തിരുന്നപ്പോണ്ട് അച്ഛൻ എഴുന്നേറ്റ് കരയുക. നടന്ന സംഭവ. കന്നീറ്റുണർവ് എന്നൊക്കെ പറഞ്ഞ് പഠിക്കണം. കന്നീറ്റുണർവ്, പൂവത്തൂർ ഉണർവ്, എന്തായിരുന്നു ഈ ഉണർവ്? അന്നേരം മനസ്സിലാകും ഇത് നമ്മുടെ ന്യൂ ജനറേഷൻ പിള്ളേർ ഇതിൻ്റെ വഴി ഇങ്ങനെ കാണിച്ചു കിടക്കുന്ന സാധനം അല്ലെന്ന്. വ്യാപരിക്കട്ടെ വ്യാപരിക്കട്ടെ എന്ന് പറഞ്ഞ് കുട്ടിയെടുപ്പ് ഇട്ടുണ്ട്. ഇതിൽ ഓടുന്ന സംഗതി അല്ല ഉണർവ്. ഉണർവ് അന്തരാത്മാവിലുണ്ടാകുന്നു വലിയ മാറ്റം, മാനസാന്തരം, കണ്ണീരൊഴുക്കാൻ, പാവങ്ങളെ ഏറ്റുപറയാൻ ഹൃദയത്തിന്റെ ഉള്ളിൽ രൂപപ്പെടുന്ന ഒരു വ്യഗ്രത അന്ന് രൂപപ്പെട്ടു. അതൊരു സായിപ്പും കൊണ്ടൊന്നുമല്ല, ഇന്ത്യൻ ഒറിജിനാ, ഇന്ത്യയിൽ രൂപപ്പെട്ടതാണ്. ഇതേ സമയത്ത് പണ്ഡിത രമാബായി സരസ്വതിയുടെ മുക്തി മിഷനിൽ ഉണർവ് രൂപപ്പെട്ടു. നമ്മുടെ രാജ്യത്തിലേക്ക് തമിഴ്നാട്ടിൽ നിന്ന് കുടിയേറിയ ഒരു വലിയ നായർ തറവാടി ഉണ്ടായിരുന്നു.
അയ്യാപിള്ള എന്നാണ് പേര്. അയ്യാപിള്ള മാനസാന്തരപ്പെട്ടു, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. പേർ ജോൺ അയ്യാപിള്ള എന്നാക്കി. ജോൺ അയ്യാപിള്ള സാറിന്റെ മകന്റെ പേരാണ് നമ്മൾ ശാരോന്തമാച്ചാൻ വിളിക്കുന്ന ഡോക്ടർ PJ തോമസ്. ശാരോന്തമാച്ചൻ അന്നത്തെ കാലത്ത് ഇംഗ്ലീഷ് സാഹിത്യത്തിലെ PhD മനസ്സിലാക്കണം. അങ്ങനെ ഒരാൾ വരുമ്പോഴേക്ക് മറുവശത്തൊരു തമിഴ് ബ്രാഹ്മണനായ AR തങ്കയ്യ അതിശയം യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. അദ്ദേഹത്തിന്റെ മകനാ നമ്മൾ അറിയുന്ന പരേതനായ PAV സാം. ART അതിശയം അപ്പന്റെ പേര്. അപ്പൊ ഏതെല്ലാം മണ്ഡലങ്ങളിൽ നിന്ന് ആളുകൾ വന്നു നിങ്ങൾക്കറിയണ്ടേ? പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്ക്. പെന്തക്കോസ്ത് സഭകളെ കുറിച്ച് ആൾക്ക് വേണ്ടത്ര ഗ്രാഹ്യമില്ലെങ്കിൽ പറയാം. സ്വർഗരാജ്യം സകലവിധ മത്സ്യങ്ങളും കയറുന്നൊരു വലയോട് സദൃശ്യമെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം തേടി വേറെങ്ങും പോകണ്ട. അടുത്ത കാലം വരെ അസംബ്ലീസ് ഓഫ് ഗോഡ് എന്നറിയപ്പെടുന്ന മഹാപ്രസ്ഥാനത്തെ നയിച്ച, അതിന്റെ സൗത്ത് ഇന്ത്യ മുഴുവൻ ചുമതല വഹിച്ച സൂപ്രണ്ടിന്റെ പേര് റവറൻഡ് അബ്ദുൽ കരീം എന്നായിരുന്നു. ഇസ്ലാം മത വിശ്വാസം വിട്ട് യേശുവിനെ സ്വീകരിച്ച അബ്ദുൽ കരീം എന്ന കർത്തൃദാസൻ ജീവിതത്തിന്റെ കഠിന ശോധനകൾക്ക് കടന്നുപോയി. ലോകത്തിലെ ഏറ്റവും വലിയ പ്രസ്ഥാനമായ പെന്തക്കോസ്ത് സഭയായ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ഇന്ത്യയിലെ പ്രമുഖനായ നേതാവായി തീർന്നെങ്കിൽ ഈഴവ സമുദായത്തിൽ നിന്ന് നിരവധി ആളുകൾ ഈ മഹാപ്രസ്ഥാനത്തിന് നെടുനായകത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അവരെ തിരിച്ചറിയാനാവാതെ ഈ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ ലയിച്ചേർന്നു. സുദീർഘവർഷം IPC നയിച്ച ജോൺ സുന്ദർ റാവു എന്നൊരു കർത്തൃദാസൻ ഉണ്ടായിരുന്നു. ആന്ധ്രാപ്രദേശിലെ ഒരു ദലിത് കുടുംബത്തിൽ ജനിച്ചു വളർന്ന അതിസാധാരണക്കാരന്. എല്ലാ തരത്തിലും എല്ലാ മണ്ഡലങ്ങളും പറ്റ മനുഷ്യര് മാനവികതയുടെ ഒരുമയുടെ സ്നേഹത്തിന്റെ തണലിൽ ഒരുമിച്ച് കൂടി കൊണ്ടൊന്നാക്കി തീർത്ത മഹത്തരമായ ചിന്താധാരയാണ് ഈ വിശ്വാസം മുമ്പോട്ട് വെച്ചത്. ഇന്നും അതിന്റെ പിന്നിൽ ആളുകൾ അണിനിരക്കുമ്പോൾ അതിന്റെ പിന്നിലെ പ്രചോദനം പണമല്ല സുഹൃത്തേ, മറിച്ച് യേശുവിന് വേണ്ടി ത്യാഗമനുഷ്ഠിക്കാനുള്ള ഹൃദയത്തിന്റെ വിശാലതയാണെങ്കിൽ അതേ ക്രിസ്തു അതേ ബലത്തോടെ അതേ ചൈതന്യത്തോടെ ഈ രാത്രി നമ്മുടെ മധ്യത്തിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. യേശുവിന് കഴിവുള്ളവരെ അല്ലെന്ന് കണ്ടേ. അവിടുന്ന് തിരഞ്ഞെടുത്ത ശിഷ്യന്മാരുടെ ഒക്കെ സ്വഭാവം അറിയാം. വിവരവും ഇല്ല, പഠിപ്പും ഇല്ല, വെളിവും ഇല്ലാത്ത 12 പേരെ യേശു തിരഞ്ഞെടുത്തു കഴിഞ്ഞ് ചാർജായി കേട്ടോ. അത് വേറെ കാര്യം. നമ്മളെല്ലാം ഇങ്ങനെ അരുതെന്ന് സമ്മതിക്കാൻ മനസ്സില്ലല്ലേ. കുര്യാക്കോസ് അതിന്റെ ഒന്നാമത്തെ തെളിവ്. വല്ല വെളിവുണ്ട്, വല്ല ബോധം ഉണ്ടല്ലോ. ബോധം വന്നപ്പോഴാ അത് സമ്മതിച്ചേക്കണം. ഞാൻ എന്നെ കർത്താവിനെ സ്വീകരിച്ചു എന്നാ ബോധം വന്നു. ഹല്ലേലൂയാ. നമ്മളെല്ലാം ഇങ്ങനെ ആയിരുന്നേ. അത് പൗലോസ് ഇങ്ങനെയാണ്, പിന്നെ നമ്മളിങ്ങനെ ഉള്ളതാകുമോ? ഒരു കാലത്ത് ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവൻ വാഗ്ദത്തത്തിന് അന്യൻ. നമ്മൾ പാടുന്ന അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നീവൻ നരകമതി. സഹൃദരെ, നമ്മുടെ കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച മുമ്പോട്ട് വരുന്ന ആളുകൾക്ക് അറിവും വിവേകവും ഒന്നും ഇല്ലെങ്കിലും അതൊന്നൊരു പ്രശ്നമില്ല. പണ്ഡിതന്മാരൊന്നും ഇവിടെ ഇല്ലെങ്കിലും ഒരു വിഷയമുണ്ട്. അതൊക്കെ ദൈവം കാലാകാലങ്ങളിൽ ആരെങ്കിലുമൊക്കെ എടുത്തോളൂ. അങ്ങനെ യേശുവിന് 12 ശിഷ്യന്മാർ. ഇവരിങ്ങനെ കൂടെ നടന്നപ്പോൾ ഒത്തിരി കാഴ്ചകൾ കണ്ടു. ഒന്ന് യേശുവിന്റെ പ്രസംഗ വൈഭവം. കാരണം ആ പ്രസംഗം എന്ന് പറഞ്ഞാൽ ഉപമ കൂടാതൊന്നും പറഞ്ഞില്ല. പറഞ്ഞത് തറപ്പിച്ചുറപ്പിച്ചു പറയും. മറ്റൊന്നറിയാം, യേശുവിന്റെ മാത്രം ഒരു പ്രത്യേകത, ഞാൻ ഈ പ്രസംഗത്തിൽ ഒത്തിരി എന്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ജീവിതത്തിൽ ഒരിക്കലും അഭിപ്രായ പ്രകടനം നടത്താത്ത ഒരാളേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവാ. യേശു പറഞ്ഞൊരു അഭിപ്രായം കാണിച്ചോ? അഭിപ്രായം ഇല്ല, ഉവ്വ എന്നും ഇല്ല ഇല്ല എന്നും തീർകന്നെ ഉപസംഹാരമാ പറയുന്നത്. എന്റെ അഭിപ്രായം തണ്ടിതാ. അങ്ങനെ കമ്മിറ്റി പോയിരുന്ന അഭിപ്രായം പറയുന്ന ആളല്ലത്. അന്തിമ വിധി അത് പറയുന്ന ദൈവപുത്രനാ. ഇനി ഇവരിത് കണ്ടു. യേശു കടലിൻ മീതെ നടക്കുന്ന കണ്ടിട്ടുണ്ട്. ചീഞ്ഞഴുകിയ ശവശരീരത്തെ ഉയർപ്പിച്ച് ജീവനോടെ നിർത്തുന്നത് കണ്ടിട്ടുണ്ട്. ഉദരം വീർത്തുവരുന്ന മാരക രോഗത്തിന് അടിമപ്പെട്ടവനെ സൗഖ്യമാക്കുന്ന കണ്ടിട്ടുണ്ട്. ദുരാത്മാവ് 6000-ൽ പരം ദുരാത്മാവ് ശരീരത്തിലേറിയവനെ ശാസിച്ച് രക്ഷപ്പെടുത്തുന്ന അവസ്ഥ കണ്ടിട്ടുണ്ട്. നാനാവ്യാധി പിടിച്ചവരെ
തന്റെ വചനമയച്ചു സൗഖ്യമാക്കുന്ന 100 കാഴ്ചകൾ ശിഷ്യന്മാർ കണ്ടിട്ടുണ്ട്. പക്ഷെ ജീവിതത്തിൽ ഒരിക്കലും ഇവര് പറഞ്ഞില്ല, ഗുരു ഈ ട്രിക്ക് ഞങ്ങൾക്കൊന്ന് പഠിക്കണം. ഏതാ? കടലിൻ മീതെ നടക്കുന്ന ടെക്നിക്ക് ഞങ്ങൾക്കൊന്ന് പഠിക്കണം. കടലിൻ മീതെ നടക്കുന്ന പഠിക്കണമെന്ന് പറഞ്ഞില്ല. ചന്ദ്രരോഗിയെ സുഖപ്പെടുത്തുക എങ്ങനെയെന്ന് പറഞ്ഞാൽ പഠിച്ചില്ല. ദുരാത്മാവ് ബാധിച്ചവനെ പുറത്താക്കുന്ന വിദ്യ ഒന്ന് പഠിക്കണമെന്ന് പറഞ്ഞില്ല. നീ പ്രസംഗിക്കുന്നോ എനിക്കൊന്ന് പ്രസംഗിക്കണം, ഒന്ന് പഠിപ്പിക്കാമോ? ചോദിച്ചില്ല. ജീവിതത്തിൽ അവർ പഠിക്കണം എന്ന് പറഞ്ഞ ഒറ്റ കാര്യം പ്രാർത്ഥനയാണ്. ജൂതന്മാരല്ലേ, ശിഷ്യന്മാരല്ല? അവർക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ലേ? പ്രാർത്ഥന അവരുടെ ദിനചര്യയുടെ ഭാഗമല്ലേ? പതിവ് പോലെ അവർ പ്രാർത്ഥിക്കില്ലേ? എന്നിട്ടും ചോദിക്കുക, ഞങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കാൻ പഠിക്കണം. എന്റെ അർത്ഥം അവർ പ്രാർത്ഥിച്ചിട്ടുണ്ട്, കൂട്ടായ്മകളിൽ കൂടിയിട്ടുണ്ട്, എഴുതി വെച്ച പ്രാർത്ഥനകളൊക്കെ അറിയാം, ചടങ്ങുകളും ആചാരങ്ങളും കൃത്യം നിറവേറിയിട്ടുണ്ട്. പക്ഷെ ഗുരു, നീ രാവിളുക്കോളം ഗെത്സമനയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വീട്ടിൽ വിശ്രമിക്കുന്ന ഇടത്ത് നെഞ്ചു പൊട്ടിക്കീറി പ്രാർത്ഥിക്കുമ്പോ ഞങ്ങൾക്കൊരു കാര്യം അറിയാം. നീ പ്രാർത്ഥിക്കേണ്ടുന്നവനല്ല, നീ പ്രാർത്ഥന കേൾക്കുന്നവനാ. ഒരു പ്രാർത്ഥനയും ആവശ്യമില്ലാത്ത നീ ഇത്രയധികം പ്രാർത്ഥിക്കുന്നെങ്കിൽ പ്രാർത്ഥന ആവശ്യമുള്ള ഞങ്ങൾ എത്രയധികം പ്രാർത്ഥിക്കണം ഗുരു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്ന് പ്രാർത്ഥിക്കാൻ പഠിക്കണം. നമ്മളൊക്കെയാണെങ്കിൽ ചില ട്രിക്കുകൾ ഇങ്ങനെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുമോ? ഇല്ല. ഞാന് ഈ ചിത്രമൊക്കെ വരയ്ക്കുന്ന ആളായിരുന്നു ഒരു കാലം. ഇലക്ഷനൊക്കെ അടുത്ത അരിവാളും ചുറ്റിയും കൈപ്പത്തിയൊക്കെ വരയ്ക്കാൻ എൻ്റെ പിന്നാലെ നടക്കുന്ന ഒരു കാലമുണ്ട്. ബൈബിൾ കോളേജിൻ്റെ ഒക്കെ ബോർഡ് ഞങ്ങൾ വരച്ചതിൻ്റെ മണ്ടേക്കിടെ ഈ കക്ഷികളെല്ലാം വന്ന് പിന്നെ ഇങ്ങനെ ഒന്നുകൂടെ പെയിന്റ് അടിച്ച് പോയിട്ടേ ഉള്ളൂ. ഞങ്ങൾ ഇട്ട് അടിത്തറയിലാണ് കിടക്കുന്നത്. ഞങ്ങൾ 3-4 പേരുണ്ടാകും. ഇല്ലേ, ഈ ചിത്രമൊക്കെ വരച്ചിട്ട് ഈ കണ്ണ് വരയ്ക്കുന്ന അവസാനം നിങ്ങളെ കാണിക്കുക. നിങ്ങൾ നോക്കി അതിനൊരു ജീവനും ഇല്ല. ഇവൻ എന്തുവാണ് ഈ വരച്ചെന്നു? ഒരു ടെക്നിക്കാണ്. നിങ്ങൾ പോയിട്ട് അവിടെ നിറം കൊടുക്കുള്ളൂ. കാരണം നിങ്ങൾ പോയി കഴിഞ്ഞ് ആദമിന് ഗാഠനിദ്ര വരുത്തിയിട്ട് വേണം അവയെ ജീവിപ്പിക്കാൻ. നിങ്ങൾ എല്ലാരും അങ്ങോട്ട് മാറുന്ന തക്കത്തില നമ്മളിതേ കയറും. വിദ്യ വരച്ച പടത്തിന് ഒരു 2-3 വര ഇട്ട് തിരിച്ചിറങ്ങി വന്ന് പെയിന്റും എല്ലാം തൂത്ത് കഴിഞ്ഞ് ആളുകൾ നോക്കുമ്പോഴേക്ക് ജീവൻ വന്നു. ട്രിക്ക് പറഞ്ഞു തരികയല്ല. മിക്ക ഗുരുക്കന്മാരും അങ്ങനെ ട്രിക്ക് പറഞ്ഞു തരികയല്ല. കർത്താവ് നമുക്ക് പറഞ്ഞു തരാത്ത ഒരു കാര്യമില്ല. ഇത് പരമഗുരുവാണ്. എന്താ ഈ പറഞ്ഞു കൊടുക്കാത്തെന്നറിയണ്ടേ? നമ്മുടെ വിപണി സാധ്യത പോകുന്നോർത്താ പറഞ്ഞു കൊടുക്കാത്തെങ്കിൽ കർത്താവ് വിപണി സാധ്യത ഓർത്തൊന്നും വന്നല്ല. സകലതും നമ്മളെ പഠിപ്പിച്ചിട്ട് പറയുകയാണ്. ഇപ്പൊ നിങ്ങള് ഒരു LKG ലെവലൊക്കെ എത്തിയിട്ടാ. ഇനി ഞാൻ പോയിട്ട് എ മാസ്റ്റർ ടീച്ചർ വിൽ കം. വേറൊരു ഗുരു വരും. ഒറ്റ കുഴപ്പം, ആള് സ്ട്രിക്റ്റാ. നല്ലപോലെ പഠിക്കണേ. സ്ട്രിക്റ്റായ അധ്യാപകരുടെ കീഴിൽ നിന്ന് പഠിക്കണമെന്ന്. അല്ല ചുമ്മാ അസൈൻമെന്റും ഇല്ല, ബുക്കും ഇല്ല, പേപ്പറും ഇല്ല, ചുമ്മാതെ ഗ്രാജുവേഷൻ ആണെന്ന് പറഞ്ഞ് ശാശിന്റെ കോട്ട് വിട്ട് പോവാ കുറെ എണ്ണം. എന്തെല്ലാം കോമഡികൾ. ഞാനിങ്ങനെയുള്ള സ്കൂളിലൊന്നും പഠിപ്പിക്കാനേ പോകില്ല. അത് ചോദിക്കും, പരീക്ഷ ഉണ്ടോ? പരിപാടിയൊക്കെ നേരെ ചൊവ്വേ പോകുന്നതാണോ? അസൈൻമെന്റ് ഉണ്ടോ? ഇന്ന് നമ്മള് ചില സ്ഥലത്തൊക്കെ നിന്നൊരു നാടൻ പട്ടിയെ കല്ലെറിയാൻ കല്ലെടുത്താൽ കൊള്ളുന്നത് ഒരു MD-കാരനിട്ടാണ്. അതുപോലെ ചെതറി നടക്കുക. ബൈബിളിൽ നിന്നൊരു കാര്യം ചോദിച്ചാൽ ഒന്നും അറിയത്തില്ല. തീസീസ് എന്താ, അസൈൻമെന്റ് എന്താ, ഓപ്പൺ ഡിഫൻസ് എന്താ, ഡിസർട്ട് എന്താ, ഇതെന്ന് ചോദിച്ചാൽ അറിയില്ല. വല്ല അതൊക്കെ പോട്ടെ. ബൈബിളിൽ നിന്നൊരു കാര്യം ചോദിച്ചാൽ ഒരു പിടിയും കിട്ടത്തില്ല. ഞങ്ങളുടെ ചർച്ചില് ഞാൻ ഈ കോരക് ദാദാന ബീരാം അവരെ കുറിച്ച് ആ സങ്കീർത്തനം വായിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു. ഒരു ഗസ്റ്റർ ചങ്ങാതി ഉണ്ടാകും. അദ്ദേഹം ഇതിന്റെ ബാക്കി പറയുന്ന പോലെ പ്രസംഗിച്ചു പറഞ്ഞിട്ട്
ആ 3 എബ്രായ ബാലന്മാരെ തീച്ചൂളയിലിട്ടു. 1 മണിക്കൂർ പ്രസംഗിച്ചു. എന്തോ ഒരു അവസ്ഥയാണെന്ന് ആലോചിച്ചു. ഈ പേപ്പറൊക്കെ ഉള്ള ആളാ, ബുക്കും പേപ്പറും ഒക്കെ ഉണ്ട്, ഡ്രൈവിങ് പഠിച്ചിട്ടില്ല. എന്തോ ഒരവസ്ഥ. നമ്മുടെ ഭർത്താവിനെ ഒന്നും മറച്ചുമൊക്കെ എല്ലാം പഠിപ്പിച്ചിട്ട് പറഞ്ഞൊരു മാസ്റ്റർ ടീച്ചർ വരും. ഞങ്ങളൊക്കെ രാജവേഷം കൊടുക്കണമെങ്കിൽ മോനെ 45 സങ്കീർത്തനം മനപ്പാടം പറഞ്ഞേ, 90 സങ്കീർത്തനം മനപ്പാടം പറഞ്ഞേ, 1 കൊരിന്ത്യർ 11:23 പറഞ്ഞേ, യെശയ്യാ 53 പറഞ്ഞേ. ഇതൊക്കെ മനപ്പാടം കേൾക്കണം. അല്ലെ വായിക്കാൻ അവിടെ ചെന്നിട്ട് തട്ടിമുട്ടി ആള് താഴെ വീഴും. 45 സങ്കീർത്തനം മനപ്പാടം പഠിച്ചിട്ടേ സൂക്ഷിക്ക് പോകാവൂ. അല്ലെങ്കിൽ ഒരുത്തൻ കല്യാണത്തിന് 45 സങ്കീർത്തനം വായിച്ചു, നിന്റെ വലത്തുഭാഗത്ത് രാജ്ഞി ഓഫീർ തങ്കമണി നിൽക്കുന്നു വായിച്ച, നിന്റെ വലത്തുഭാഗത്ത് രാജ്ഞി ഓഫീസർ തങ്കമണി നിൽക്കുന്നു. മനസ്സിലായില്ലേ? കുറ്റം പറഞ്ഞല്ല. അപ്പൊ സ്ട്രിക്റ്റായ ഗുരു എന്ന കളി മാറും. പക്ഷെ യേശു സ്ട്രിക്റ്റ് ആയിരുന്നു. പക്ഷെ യേശുവിന്റെ ക്ലാസ്സിൽ പഠിച്ചാൽ ചില പ്രശ്നങ്ങളുണ്ട്, ഗുണങ്ങളുണ്ട്. ആരും പട്ടിണി പോകണ്ട, സമൃദ്ധ ഭക്ഷണം, ഫീസ് ഒട്ടില്ല. ചെറിയ കുറ്റമൊക്കെ ചെയ്താൽ പറയും പോട്ടെ. നീ വലിയ കുറ്റം ചെയ്ത പത്രോസിന് ഒരു ശിക്ഷ കിട്ടുമെന്ന് ഓർത്ത് അയാൾ നിൽക്കുക. 3 തവണ തള്ളിപ്പറഞ്ഞല്ലേ, 3 തവണ തള്ളിപ്പറഞ്ഞവനൊരു വലിയ ശിക്ഷ പ്രതീക്ഷിച്ച് നിൽക്കവേ പത്രോസിനെ വിളിച്ചു, ഉയർത്തെഴുന്നേറ്റിട്ടു. ഇരുത്തി ഒന്ന് നോക്കിയാൽ തന്നെ ഒരു ശിക്ഷയാണ്. അടുത്ത് വന്നു, യുഹാനയുടെ മകനായ ശിമോനെ, നീ എന്നെ സ്നേഹിക്കുന്നോ? എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. 3 വട്ടം പറഞ്ഞു. അന്നേരമൊക്കെ പറഞ്ഞു, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കണം കേട്ടോ. ഒരു ശിക്ഷയും കൊടുത്തില്ല. സ്നേഹം മാത്രമാണ്. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നു, നാം പൊടിയെന്നവൻ ഓർക്കുന്നു. ക്ഷമയാണ് അവിടുത്തെ സവിശേഷത. ശിക്ഷകളൊക്കെ ക്ഷമിച്ചു. യൂദയും മടങ്ങി വന്നിരുന്ന അവനോട് ഉൾക്കൊണ്ടുപോകാനാണ് കർത്താവ് ഇരുന്നത്. മടങ്ങി വരണം. പക്ഷെ ഒരു കാര്യം, പിരിയാനേരം പറഞ്ഞു, ഞാൻ പോവാ. ഞാൻ ചെന്നിട്ട് വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് അയച്ചു തരും. അവൻ സകല സത്യത്തിലും വഴി നടന്നു. ഇടഞ്ഞു കഴിഞ്ഞാൽ ആള് പെശക, നല്ല അടി. മനസ്സിലാവുന്നോ? സസ്പെൻഡ് ചെയ്താൽ തിരിച്ചെടുക്കുന്ന ആളല്ലെന്നത്. മനസ്സിലായില്ല? പുത്രന് നേരെയുള്ള പാപം ക്ഷമിക്കും, പരിശുദ്ധാത്മാവിന് നേരെയുള്ള ദൂഷണം ക്ഷമിക്കപ്പെടുകയില്ല. മാസ്റ്റർ ടീച്ചർ വിൽ കം. അതിന് വരും. ഭക്ഷണം ഉണ്ടാവില്ല, കയ്യിന്ന് പോകും. എൻട്രൻസ് ഉണ്ടല്ലോ, അതങ്ങോട്ട് പാസ്സാകുന്നതിൻ്റെ തന്നെ അടിയായിരിക്കും ആദ്യം കിട്ടുന്നത്. അയ്യോ, ഇതൊക്കെ ഉദ്ദേശിച്ച് ബൈബിളിൽ അതേന്ന് പറഞ്ഞുതരാം. ഒരുത്തൻ എൻട്രൻസ് എഴുതി പാസ്സായി. ഡെമാസ്കസിന്റെ പടിക്കാതിൽ കൊച്ചൊരു ഒരെണ്ണം കൊടുത്തു. അന്നിന്റെ കാഴ്ച അന്ന് പോയതാ. 3.5 കൊല്ലം പഠിച്ചു, മരുഭൂമി കിടന്ന. ബാക്കി ശിഷ്യന്മാരൊക്കെ യേശുവിന്റെ പാദത്തിലിരുന്ന് ഭക്ഷണം കഴിച്ചു പഠിച്ചു. പെരുന്നാളുകളൊക്കെ വരുമ്പോൾ മാർക്കോസിന്റെ മാളിക മുറിയിൽ ഒരുമിച്ച് കൂടി സന്തോഷിച്ചെങ്കിൽ, പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ പൗലോസ് എന്ന മനുഷ്യൻ പഠിച്ചതേ അതികഠിനമായ ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലും വേദനയിലും ത്യാഗങ്ങളിലും കല്ലേറുമൊക്കെ കൊണ്ടാ. പക്ഷെ വ്യത്യാസം എന്താണെന്നറിയണ്ടേ? ആത്മാവിൽ പഠിച്ചവന്റെ ചങ്കുറപ്പിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഒരുവരും കഴിയാത്ത വിധത്തിൽ അത് അനുഭവങ്ങളുടെ സമാഹാരമാണെങ്കിൽ, ഈ രാത്രി ദൈവാത്മാവിന്റെ പ്രവൃത്തിക്ക് ആരാണ് ഏൽപ്പിച്ചു കൊടുക്കുന്നത്? ആരുമറിയാത്ത പാഠങ്ങളിലൂടെ, ആരുമറിയാത്ത അറിവുകളിലൂടെ, ആരും പോകാത്ത മണ്ഡലങ്ങളിലൂടെ അവിടുന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അങ്ങനെയുള്ള നമ്മുടെ കർത്താവ് ശിഷ്യന്മാർക്കൊരു പ്രാർത്ഥന പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുക. ഇവിടെ നമ്മളീ ചിലര് ഈ പ്രാർത്ഥന ചെല്ലാത്തത് എന്താണെന്ന് ആള് ചോദിക്കാറ്. ഇത് ചെല്ലുന്നതിന് എന്താ കുഴപ്പം? കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. പക്ഷെ ഞാൻ ചെല്ലാറില്ല. അതിന്റെ കാരണം വേറൊന്നല്ല,
പ്രാർത്ഥിക്കാൻ അറിയാത്ത കാലത്ത് ശിഷ്യൻ ചോദിച്ചു പഠിച്ച പക്വത വരുമ്പോൾ നമുക്ക് പ്രമോഷൻ കിട്ടും. പണ്ട് അമ്മയുടെ അടുത്ത് നിന്ന് അക്ഷരം ചോദിച്ചു പഠിച്ചു, അത് ഡിഗ്രി പാസ്സായി കഴിഞ്ഞും അമ്മയുടെ അടുത്ത് ചെല്ലുവാണ് ഇതും കൊണ്ട്. അല്ല, മനസ്സിലാവുന്നോ? അപ്പം വിശ്വാസത്തിന് അളവുണ്ട്, പക്വതയുണ്ട്. ഞാൻ ക്രമേണ പറയാം. എങ്കിലും ഈ പ്രാർത്ഥനയിൽ ഒരു ഉള്ളടക്കമുണ്ട്. യേശു പറഞ്ഞു, നിങ്ങൾ ജാതികൾ ചെയ്യുന്നത് പോലെ ജൽപ്പനം ചെയ്യരുത്. അതിഭാഷണത്താൽ ഇതൊക്കെ കിട്ടുമെന്ന് അവർ വിശ്വസിക്കുന്നു. ഇതും പറഞ്ഞു ഒടുവിൽ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു. നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിക്കും: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. കേൾക്കണേ, ലോകത്ത് മനുഷ്യരാശി തങ്ങളുടെ നിലയിൽ ഈ ദൈവത്തെ വിളിക്കാൻ ഓരോ പേരുകളുണ്ട്. പാർസിമതം ദൈവത്തിന്റെ പേരിട്ട് വിളിച്ചു. നമ്മുടെ രത്തൻ ടാറ്റയുടെയൊക്കെ മതമാണ് പാർസി, പേർഷ്യൻ മതം. അവര് ദൈവത്തെ വിളിച്ച പേര് അഹൂര എന്നായി. മൊത്തം പേര് അഹൂര മസ്ത, അഹൂര. ആ പേരിട്ട വിളിച്ച അഹൂര. നമ്മുടെ നാട്ടിലെ ആളുകൾ ഈശ്വരൻ എന്ന് ദൈവത്തെ വിളിക്കും. സ്വാമി സൗരമാർ അല്ലാ എന്ന് ദൈവത്തെ വിളിക്കും. ജൂതൻ വിളിക്കുന്നത് യാഹുവേ, ഇങ്ങനെയാണ്. തെറ്റൊന്നുമില്ല. സകല മതങ്ങളും ദൈവത്തെ വിളിക്കുന്നത് സ്ഥാനപ്പേർ ചൊല്ലിയാണ്. അതൊരു സ്ഥാനമാണ്. പക്ഷെ യേശുവിന്റെ പഠിപ്പിക്കലിൽ സ്ഥാനപ്പേരല്ല പ്രസക്തം. പ്രപഞ്ചനാഥനെ, ഉലകത്തിന്റെ സൃഷ്ടാവിനെ, സകലത്തിനും കാരണഭൂതനെ തന്റെ മക്കൾ എങ്ങനെ വിളിക്കണമെന്ന് യേശു പഠിപ്പിച്ചു: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അങ്ങനെ സൃഷ്ടാവിനെ പിതാവ് എന്ന് വിളിക്കുന്ന ഒരൊറ്റ മാർഗം ഉലകത്തിലുണ്ടെങ്കിൽ അത് യേശുവിന്റെ അനുഗാമികളുടെ മാർഗമാണ്. ക്രിസ്ത്യൻസ് അഡ്രസ്സിംഗ് ഗോഡ് ആസ് ഫാദർ. എന്താ ഈ വിളിയുടെ പ്രത്യേകത? ലോകത്തെ ഏറ്റവും ശക്തിമത്തായ ബാങ്ക് വേൾഡ് ബാങ്കോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയോ SBI ഒന്നുമല്ല. ലോകത്തിലേറ്റവും ശക്തിമത്തായ ബാങ്ക്. അതിനൊരു പ്രത്യേകതയുണ്ട്. കണക്ക് കുറിക്കില്ല, തിരിച്ചടവ് മുടങ്ങിയാൽ ശ്രദ്ധിക്കില്ല, തിരിച്ചടവേ നോക്കത്തില്ല. എത്ര ലോൺ കൊടുത്താലും വീണ്ടും വീണ്ടും ചോദിക്കുന്നതിനോടും മുഷിയില്ല. എത്രയധികം അപമര്യാദയായി നിന്നിട്ട് വീണ്ടും വീണ്ടും പറ്റിക്കപ്പെടുന്നു എന്ന് കണ്ടാൽ പരിഭവമില്ലാതെ, കണക്കില്ലാതെ, കണക്ക് കുറിച്ചു വെക്കാതെ എന്നും സഹായിക്കുന്ന ഒറ്റ ബാങ്കേ ലോകത്തിലുള്ളൂ. അതാ അപ്പൻ. മനസ്സിലായോ? ഇല്ല. അപ്പൻ കണക്ക് കുറിക്കുകയല്ലേ കൊടുത്തതിന്റെ. കുറിക്കോ? അപ്പൻ ജപ്തി ചെയ്യാൻ പറ്റിയല്ല. അപ്പനെ ഈ പണമുണ്ടായതിന്റെ സങ്കടം പറയല്ല. വാഴക്കുല ചുമന്ന് ടൗണിൽ കൊണ്ട് വിറ്റിട്ട് വരുന്ന അപ്പൻ ആ കിട്ടുന്ന പണം കാലിച്ചായ കുടിക്കാതെ നടന്ന് വീട്ടിലെത്തി. വീട്ടിൽ വേണ്ടത് വാങ്ങിക്കൊടുത്തു. തന്റെ അന്നം മുടക്കിയ കഥ ആരോടും പറഞ്ഞില്ല. 100 ദുഃഖങ്ങളെ വിഴുങ്ങി, 1000 വേദനകളെ സഹിച്ച് അങ്ങനെ പണിയെടുത്ത ആളാണ്. ശരിയാണോ? ഇന്ന് പിള്ളേരെന്താ പറയാ? തന്ത വൈബോ അങ്ങനെയൊക്കെയാ പറയുന്നല്ലേ. അപ്പന്റെ വില ഞാൻ ബോധ്യപ്പെടുത്തി തരാം. അമ്മയുടെ വിലയും പറയാം.
ഈ അമ്മ ചില പ്രശ്നമുണ്ട്, അതിങ്ങനെ ഈ കണക്ക് ചിലപ്പോഴൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. എല്ലാവരോടും നൊന്തുപറ്റ കഥയൊക്കെ പറയും അല്ലേ, എടുത്തുകൊണ്ട് കിടന്നൊക്കെ പറയും. അമ്മയെക്കുറിച്ചും ഒരു വാക്ക് പറയണമല്ലോ. സകല മനുഷ്യൻ്റെയും കരളും കണ്ണും അലിഞ്ഞു പോകുന്ന യാഥാർത്ഥ്യമാണ് അമ്മയെക്കുറിച്ചുള്ള ഓർമ്മ. അമ്മ അങ്ങനെയാണ്. ചെയ്യുന്ന ജോലിക്ക് പ്രതിഫലം കിട്ടാത്ത പരിഭവം മാത്രം കിട്ടുന്ന വ്യക്തിത്വമാണ് അമ്മ. വീണ്ടും കണ്ണീര് തുടച്ചതേ പ്രവൃത്തി ചെയ്യുമ്പോൾ ആജീവനാന്തം അഭിനന്ദനം കിട്ടാത്ത ജോലിയാണ് അമ്മ. ഏഴാച്ചേരി രാമചന്ദ്രന്റെ അമ്മ എന്നൊരു കവിതയുണ്ട്. പിയാക്കോസ് പാഷക്ക് അറിയുമെന്ന് അറിയത്തില്ല, ഇടതുപക്ഷ കവിയ ഏഴാച്ചേരി അമ്മ. അതിൽ അദ്ദേഹം പറയുന്നത് അമ്മ സഹിക്കുന്നത് ഭൂമിയോളമാണ്, പകരം അമ്മയ്ക്ക് കിട്ടുന്ന ദുഃഖം മേഘവാതിൽ പടിവരെയാണ്. മേഘത്തിന്റെ വാതിൽ പടിവരെ മക്കൾ അമ്മയ്ക്ക് തിരിച്ചു കൊടുക്കുന്നത് ദുഃഖമാണ്. ഒത്തിരി അർത്ഥവത്താണ്. ജൂണിലെ രാത്രി മഴയുടെ പഞ്ചവാദ്യം കേട്ട് മക്കൾ ഉറങ്ങുമ്പോൾ ഉണരാതിരിക്കുന്നതാണ് അമ്മ. നായ്ക്കൾ കുരച്ചും കടിച്ചും മക്കൾക്ക് നേരെ ചീറിയെടുത്ത് വരുമ്പോൾ സംരക്ഷണമൊരുക്കുന്ന കവചമാണമ്മ. ഏഴാച്ചേരി പറയുന്ന ആ കവിതയിൽ ഏറ്റവും എനിക്ക് ഹൃദയസ്പർശിയായി തോന്നിയ ലൈൻ ആദ്യത്തെ തന്നെയാണ്. ഭൂമിയോളം ഉറുക്കുന്നവളെങ്കിലും പകരം നിനക്കായി മേഘവാതിൽ പടിവരയ്ക്കും സങ്കടം തന്നേ, എങ്കിലും നീ ചിരിക്കുന്നു പർവ്വത പച്ചകൾ മീതെ. പരസ്യമാണ്, ബാക്കി പാടാറുണ്ട് നേരമില്ല. മേഘവാതിൽ പടിവരെ അമ്മയ്ക്ക് സങ്കടം. അപ്പന്റെ നേച്ചറും മറ്റും. അപ്പൻ ഇങ്ങനെ കരച്ചിലൊന്നുമില്ല, അമിതമായ ആഹ്ലാദ പ്രകടനമില്ല. മക്കൾ ജയിച്ചോ കൊള്ളാം, കണ്ട ചെറുക്കനോർക്കും മോളോർക്കും അപ്പനും ഇത്രയും ജയിച്ചിട്ടും അപ്പനെന്താ ചാടാത്ത? ബാക്കിയുള്ളവരെല്ലാം തുള്ളിച്ചാടുക. അപ്പന്റെ സന്തോഷം കാണണേ. അപ്പൻ ടൗണിലേക്ക് പോയ വഴിക്ക് നീ ഒന്ന് ചെന്ന് നോക്കണം. അപ്പം നാട്ടുകാരോടെല്ലാം ഓടി നടന്ന് പറയാന്ന്, മോള് ജയിച്ചിട്ടാ. വീട്ടിൽ സന്തോഷമില്ലെങ്കിലും പോകുന്നിടത്ത് അപ്പനത് പ്രകടിപ്പിക്കുന്നുണ്ടോ? നിങ്ങൾ അറിയാത്ത സ്വന്തം അമ്മ മരിച്ചു കിടക്കുന്നിടത്ത് അപ്പന് കരയാൻ വയ്യ. അപ്പൻ കരയുന്നത് ആരും കാണാതെ രാത്രിയില്ല. കണ്ണീരുകൾ തടഞ്ഞു വെച്ചിരിക്കുന്ന അപ്പൻ, ആഹ്ലാദം വേണ്ടെന്ന് വെച്ചവൻ അപ്പൻ, ആഹാരം വേണ്ടെന്ന് വെച്ചാൽ അപ്പൻ. പക്ഷെ അപ്പനെ കുറിച്ച് മക്കളുടെയൊക്കെ ഒരു ധാരണ, വിശേഷിച്ച് ആ മക്കളുടെ ധാരണ, ഇയാളൊരു മഹാക്രൂരനാണ്. നമ്മുടെയൊക്കെ പിള്ളേർ ചോദിക്കല്ലേ, പപ്പ ഇന്നെങ്ങും പോകുന്നില്ലേ? നമ്മളുണ്ടെങ്കിൽ ഏതാണ്ടൊരു സ്വാതന്ത്ര്യക്കുറവ് അല്ലേ? ഈ അപ്പനാരാണെന്ന് അറിയണമെങ്കിൽ ഈ കുഞ്ഞ് പഠിക്കാനായിട്ട് വിടുന്നു, നേരെ ബാംഗ്ലൂർ പോവാ. നിങ്ങൾ അവനെ കൊണ്ടുവിടാൻ അടുത്ത റെയിൽവേ സ്റ്റേഷൻ നിൽക്കുന്നു, കോട്ടയം വന്നു റെയിൽവേ ഉള്ളത്, അവിടെ കൊണ്ടുവന്നു. പിന്നെ തമിഴ്നാട് ഈ വഴിക്ക് പോലോ. ഈ റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുന്നു, നിങ്ങൾക്കുള്ള സാധനങ്ങളെല്ലാം കയറ്റുന്നതേ വണ്ടി വരുന്നു. അമ്മ കെട്ടിപ്പിടിച്ചു. ചേച്ചി പറഞ്ഞു കുഞ്ഞ് പഠിക്കണം കേട്ടോ. കൂട്ടുകാരൻ പറഞ്ഞു എന്നാ ആയിക്കോട്ടെ. അപ്പൻ മാത്രം അപ്പുറത്ത് മാറി നിൽക്കുക, കൈ കൊടുത്തു. അപ്പം കരയുന്നൊന്നുമില്ല, മുഖത്തിനൊരു മാറ്റമില്ല. വഴി കയറിയിട്ട് എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുക. വണ്ടി ചുളം വിളിച്ചങ്ങോട്ട് പോകുമ്പോ അമ്മ നന്നായിട്ട് കരയാ. പക്ഷെ ആ തിരക്കിന്റെ വിടവിലൂടെ കണ്ണൊന്ന് പാളിച്ചു നോക്കിയാലൊരു കാഴ്ച കാണാം.
ആരും കാണാതെ ഒരിറ്റ് കണ്ണീര് തുടയ്ക്കുന്ന തിരികെ വീട്ടിലെത്തി. ഊണ് വെച്ചു, കഴിക്കുന്നില്ല. വെറും കാലിച്ചായുടെ ബലത്തിൽ 2-3 ദിവസം കഴിഞ്ഞു. ഓരോ സായന്തനത്തിലും നിന്നെക്കുറിച്ചുള്ള ഓർമ്മയിൽ ഉറങ്ങാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന അമ്മ ചോദിക്കും, ഉറങ്ങുന്നില്ലേ? കാണോ, ഭക്ഷണം വേണ്ടേ? ഞാൻ ടൗണിൽ പോയപ്പോ കഴിച്ചു. ഇതാണ് അപ്പൻ. ഈ സ്നേഹമൊക്കെ മനസ്സിലാക്കണമെങ്കിൽ കാലം കുറെ പിടിക്കും. അപ്പോഴേക്കും നമ്മളൊരു പരുവാകും, അല്ലേ? അത് പ്രകൃതി നിയമമാണ്. എന്നാലേ ഇതൊന്നുമില്ലാത്ത സ്നേഹം മാത്രമായ ഒരപ്പൻ സ്വർഗത്തിലുണ്ട്. ആ അപ്പന്റെ ഏകജാതനായ പുത്രൻ ഇഹലോകത്തിലേക്ക് വന്ന് നമ്മെ കൊണ്ടും വിളിപ്പിച്ചു, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. മനുഷ്യരാശി ഭയഭക്തിയോടെ, മുൻവിധിയോടെ, ദൂരത്ത് നിന്ന് കണ്ട് ഭയന്ന് വിളിച്ച ദൈവത്തെ, ഭയമല്ല വിശ്വാസത്തിന്റെ ആധാരം, സ്നേഹമാണെന്ന് പഠിപ്പിച്ചുകൊണ്ട് ദൈവത്തെ സ്വർഗസ്ഥനായ പിതാവ് എന്ന് വിളിക്കാൻ പുത്രൻ പഠിപ്പിച്ചത് എന്തുകൊണ്ടാണ്? മനുഷ്യനും ദൈവവും തമ്മിൽ അകന്നുപോയ ബന്ധം സ്വന്തം രക്തത്താൽ വീണ്ടെടുപ്പ് നടത്തി അങ്ങ് ദൈവത്തിന്റെ മക്കളാക്കി നമ്മളെ തീർത്തിട്ട് പറയാ, ഇനി അകന്ന് നിൽക്കരുത്, മാറി നിൽക്കരുത്. നീ ദൈവമായി കഴിഞ്ഞു. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അവൻ അവകാശം കൊടുത്തു, അധികാരം കൊടുത്തു. ആ അധികാരത്തോടെ വിളിക്കണം പിതാവേ. അടുത്ത് പറഞ്ഞു, നിന്റെ നാമം മഹത്വപ്പെടട്ടെ, നിന്റെ നാമം വിശുദ്ധമാക്കണമേ. നിന്നെക്കുറിച്ച് പറയുമ്പോഴൊക്കെ നീ എന്ന വ്യക്തിത്വത്തിന്റെ വിശുദ്ധിയും അന്തസ്സും ആഭിജാത്യവും കാത്തു സൂക്ഷിക്കാൻ എന്നെ സഹായിക്കണമേ എന്ന രണ്ടാമത്തെ പ്രാർത്ഥന നമുക്കിന്ന് പറയാം. ദൈവമേ, അങ്ങന്റെ പിതാവായിരിക്കുന്നു എന്നതാണ് എൻ്റെ അഭിമാനം. ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും നിന്റെ മകൻ എന്ന നിലയിൽ, മകളെന്ന നിലയിൽ നിന്റെ നാമത്തെ വിശുദ്ധീകരിക്കാൻ അടിയന് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കണം. പോയിന്റുകൾ ഓരോന്നും വിശദീകരിക്കാനുള്ളതാണ്, സമയ പരിധി കൊണ്ട് ഞാൻ. അടുത്തത് ഇവിടെ പറയുന്നത്, നിന്റെ ഇഷ്ടം സ്വർലോകത്തിലെ പോലെ ഭൂമിയിലുമാണ്. എന്താ ഈ സ്വർലോകത്തിലെ ഇഷ്ടം? അതെങ്ങനെ ഭൂമിയിലാകുന്ന? നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ നമ്മുടെ ഇഷ്ടത്തിന് ദൈവം എങ്ങനെ വഴങ്ങും? പലപ്പോഴും അതാണ് നമ്മുടെ പ്രാർത്ഥനയുടെ പ്രശ്നം. ക്ഷമിക്കണം. ഇന്നിപ്പം മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ എതിരെ വലിയ ക്യാമ്പയിനിങ് സർക്കാർ തലത്തിൽ തന്നെ നടക്കണം, അല്ലേ? ഞങ്ങൾ ഇതൊക്കെ പണ്ടേ തുടങ്ങിയാണ്, അല്ലേ? വർഷോത്തരായി. ഞങ്ങൾ ഈ MDMA എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയ കാലത്ത് ഇങ്ങനൊരു സാധനം ആരും ഇവിടെ കണ്ടിട്ടില്ല. ഇതിനെതിരെ ശക്തിയുക്ത നിലപാടെടുത്ത് പ്രസംഗിക്കുമ്പോ ദയനീയമായൊരു കാഴ്ച കാണാം. ഈ TV ചർച്ചകളിൽ വന്നിരുന്ന് സംസാരിക്കുന്ന പല സംഘടനകളുടെ നേതാക്കന്മാരുണ്ട്. ഇവർക്കൊന്നും ഞങ്ങളുടെ ആർജവും ഇല്ല അവിടെ ഇരിക്കാൻ. എന്റെ മോനെ സ്കൂളിലെ NSS പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് മദ്യത്തിനെതിരെ ഒരു തെരുവ് നാടകം സംഘടിപ്പിച്ച് അതിന്റെ പ്രോഗ്രാമിട്ട് പോവാ. അവനിങ്ങനെ തകർത്ത് കുടിയനായിട്ടും അത് മാറുന്ന രംഗമൊക്കെ ഇങ്ങനെ അഭിനയിച്ച് വരുമ്പോൾ അതിന് നേതൃത്വം കൊടുക്കുന്നൊരു സാറുണ്ട്. എല്ലാവരും പിരിഞ്ഞു പോയി. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഉണ്ട് ആശാൻ നന്നായി മിനിങ്ങി വന്നിവിടെ നിൽക്കുന്നു. മോൻ വിട്ടില്ല, അവിടെ തന്നെ ചെന്ന് പുള്ളി അങ്ങ് പരിചയപ്പെട്ടു. ഒന്നുകൂടെ, എന്തോ സാറേ ഇങ്ങനെയൊക്കെയാണോ എന്ന് ചോദിച്ചു. ശരിക്കും സംസാരിക്കും. എൻ്റെ അല്ലേ മോൻ, അത് ചെയ്യാതിരിക്കും. അപ്പോൾ ഞാളെ പോലെ ഞാൻ ഈ പണിയില്ലെന്നോ. അപ്രായോഗികമല്ലേ പല പരിപാടി? മദ്യത്തിനെതിരെ കൂട്ട ഓട്ടം. അല്ലാതല്ലേ വീടരുതാ ഓടുന്ന വഴിക്ക്. ഇങ്ങനെ ഓടിയിട്ടൊന്നും ഒരു കുടിയനും നിർത്തുകയല്ല. ഓടി എന്നുള്ളതല്ലാതെ, ഒരു വ്യായാമം കിട്ടും എന്നുള്ളതല്ലാതെ ഒരു കുടിയനും അത് നിർത്തുകയല്ല. അത് കണ്ടിട്ട് ആർക്കും ബോധവൽക്കരണം വരില്ലാന്ന്.
ഇതിനിടയ്ക്ക് ക്രൈസ്തവ സഭകളിലെ പുരോഹിതന്മാരും മതമേധാവികളും എല്ലാം കൂടെ സർക്കാരിനോട് പറയാ ഇതങ്ങ് നിർത്തുന്ന് പറഞ്ഞിട്ട് വീണ്ടും ഈ ബാറ് വെഞ്ചരിക്കാൻ പോയേക്കില്ലേ. മനസ്സിലായോ? ഹോട്ടൽ എന്ന പേരിൽ പോയി അതും വെഞ്ചരിച്ചിട്ട് വരിക, എന്നിട്ട് പറയാം ഇതങ്ങ് നിർത്താൻ സർക്കാരിനോട് പറയുക. ഇതാ രേഖാമൂലം മദ്യപിക്കരുതെന്ന് പറയുന്ന ഒരു പുസ്തകം കൈവച്ചിട്ടേ മദ്യത്തിനെതിരെ സഭകൾ നിലപാടെടുക്കണം. ആദ്യം ധൈര്യമുണ്ടോ ഇടവകയിലെ കുടിയന്മാരെ ആദ്യം റദ്ദ് ചെയ്യാൻ? ധൈര്യമുണ്ടോ ഇടവകയിലെ ബാർ മുതലാളിമാരെ ആദ്യം റദ്ദ് ചെയ്യാൻ? സാധിക്കില്ല. എന്റെ കാരണം എന്താന്ന് അറിയണ്ടേ? പെരുന്നാൾ വരുന്നു, 50 മുത്തുകുട ബാർ മുതലാളിയുടെ സംഭാവനയാ. ക്രിസ്മസിന് റീപെയിന്റ് ചെയ്തത് ബാർ മുതലാളിയുടെ സംഭാവനയാ. ആഘോഷ തിമിർപ്പി ബാർ മുതലാളിയുടെ സ്പോൺസർഷിപ്പാ. അങ്ങനെ തിരുസ്വരൂപത്തിന്റെ മുകളിൽ നക്ഷത്രം ഇങ്ങനെ ജ്വലിച്ചു നിൽക്കുമ്പോ അതിൽ ബാർ മുതലാളിയുടെ മദ്യത്തിന്റെ മണമുണ്ടെങ്കിൽ ഇതിൽ പരമാധപ്പതിക്കപ്പെട്ട കാര്യം വല്ലതും ഉണ്ടെന്ന് ആലോചിച്ച് നോക്കിക്കേ. ആയിരക്കണക്കിന് യാചകരെ നാട്ടിൽ വാർത്തെടുത്തൊരു വ്യവസായശാലയുടെ പേരല്ലേ ബാറ്. അപ്പൊ ഇവർക്കെതിരെ നടപടി എടുക്കാനോ അരുതെന്ന് പറയാൻ പോലും കഴിയാതെ സർക്കാരിന് പറയാ നിർത്തുന്ന് പറഞ്ഞാൽ അത് വേറെ പാപമാ. ഇതാദ്യം ഇവിടെ ഞങ്ങൾക്കൊരു നിലപാടുള്ള എന്തെന്നാ, ഞങ്ങൾ അറിയാതൊക്കെ കുടിക്കുന്ന വല്ലവനും ഉണ്ട്, ഇന്ന് നിർത്തി. ഒരു കാര്യം പറഞ്ഞേക്കാം, ശ്രീധരൻപിള്ള സാറ് പറഞ്ഞ നിങ്ങൾ കേട്ടില്ലേ? ബിജെപിയുടെ നേതാവ് ഗവർണർ നമ്മുടെ ഇടയിലെങ്ങും പരമാവധി പരിശോധിച്ചിട്ടും മദ്യപാനികളില്ല. നിയമം മൂലം മദ്യത്തിനും മയക്കുമരുന്നിനും പുകവലിക്കുമെതിരെ നിലപാടുള്ള ഒരു കമ്മ്യൂണിറ്റിയാ. സ്തോത്രം. ലോകം ഞങ്ങളെ ഒന്ന് പഠിക്കേണ്ടിയിരുന്നു. ഞങ്ങളുടെ കൊട്ടും തുള്ളലും ചാട്ടവും ഒക്കെ വിമർശിക്കുമ്പോൾ ഒരു മറുവശം കേൾക്കണ. കുമ്പനാടുള്ള നമ്മുടെ കൺവെൻഷന്റെ പ്രായം 100-ലധികം വർഷം കഴിഞ്ഞു. ഏജിയുടെ കൺവെൻഷനും അതേ കാലം കഴിഞ്ഞു. മുളക്കുഴ കൺവെൻഷനും അതേ കാലം കഴിഞ്ഞു. പ്രബലങ്ങളായ പെന്തക്കോസ്ത് കൺവെൻഷനുകളുടെ പ്രായം 1 നൂറ്റാണ്ട്. ഈ 1 നൂറ്റാണ്ടിന്റെ ചരിത്രത്തിനിടയിൽ ഞങ്ങളുടെ യോഗസ്ഥലത്ത് നിന്നൊരു പെറ്റി കേസ് രജിസ്റ്റർ ചെയ്യേണ്ട ഗതികേട് പോലീസിന് വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറ. നിങ്ങൾ എന്താ ഞങ്ങളെ പറ്റി മനസ്സിലാക്കിയത്? ഹല്ലേലൂയ. ഒരു വെറ്റിക്കേസ്, ഒരു കത്തിക്കുത്ത്, ഒരു കിലുക്കിക്കുത്ത്, ഒരു തമ്മിലടി, ഒരു കള്ളവാറ്റ്, ഒരു ഏറ്റുമുട്ടൽ, ഒരു അധർമ്മ പ്രവൃത്തി, അതിന് കേസെടുക്കേണ്ടി വന്നു എന്ന് പറഞ്ഞ് പോലീസിനെ വിന്യസിക്കേണ്ട ഗതികേട് രാഷ്ട്രത്തിന് കൊടുക്കാതെ മാതൃകാപരമായി ഈ രാജ്യത്ത് പ്രവർത്തിച്ച് കാണിച്ച ഒരാദർശ സമൂഹമാ യേശുവിന്റെ അനുഗാമികൾ. ഹല്ലേലൂയ. എങ്ങനെ ആളിതിനകത്തോട്ട് വരുന്നെന്ന് പറഞ്ഞറിയ? ഹല്ലേലൂയ. പോലീസില്ലാതെയും അധികാരികളില്ലാതെയും ഈ വോളണ്ടിയർമാര് ഈ സ്ലിപ്പിങ്ങിനൊക്കെ കുത്തുന്നൊക്കെ അടുത്ത കാലത്താ. പണ്ടൊന്നും അതില്ല. അവര് പറഞ്ഞു കേട്ടുപോലിരിക്കുന്നത് വചനം കേൾക്കണമെന്നുള്ള ആർത്തിയോടെ, പാട്ട് കേൾക്കണമെന്നുള്ള ആർത്തിയോടെ നേരത്തെ കുളിച്ചൊരുങ്ങി സ്വന്തം ചെലവിൽ വന്നിട്ട് യോഗസ്ഥലത്ത് വന്നിരിക്കുന്ന ക്രിസ്തുവിന്റെ അനുഗാമികളുടെ സഹന ഭടന്മാരുടെ കൂട്ടായ്മയാണിത്. ഇതിനിടയിൽ നിങ്ങൾ പരിശോധിച്ചൊക്കെ ഒരു കാര്യം മനസ്സിലാക്കും. സകലവിധ മതശക്തികളും വർഗീയ ശക്തികളും ഞങ്ങളെ ഒന്നടങ്കം ഉന്മൂലനം ചെയ്ത് പാരെ വിഭാടനം ചെയ്യാൻ സകലവിധ സന്നാഹങ്ങളും ആവിഷ്കരിച്ചിട്ടും പുല്ലുണങ്ങുന്നു, പൂവാടുന്നു, ദൈവത്തിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു എന്ന വചനത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് ഇവിടെ വരെ വളരാൻ ദൈവം കൃപ നൽകിയെങ്കിൽ അതിന്റെ പിന്നിലെ ഒറ്റ കാരണം ഞങ്ങൾ ദൈവപിതാവിന്റെ സ്നേഹത്തിൽ വിശ്വസിക്കുന്നു, ദൈവപുത്രന്റെ വീണ്ടെടുപ്പിൽ വിശ്വസിക്കുന്നു, ദൈവപരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ വിശ്വസിക്കുന്നു. ഇതാ ഈ സമൂഹത്തിന്റെ വളർച്ചക്ക് നിദാനം. മറ്റൊന്നുകൂടി ശ്രമിക്കണം. ഇന്ത്യയിലെ ക്രൈസ്തവ സഭകളുടെ വളർച്ച പഠിക്ക്. ആ വളർച്ചയുടെ ആകത്തുക എടുത്താൽ, ഇന്ത്യയിലല്ല ലോകത്താകമാനമുള്ള ക്രൈസ്തവ സഭയുടെ വളർച്ച പഠിച്ചാൽ, പള്ളികൾ പലതും പൂട്ടിയിട്ടിരിക്കുന്നു, വിൽപ്പനക്കിട്ടിരിക്കുക. ഇതിന്റെ ഇടയിലും ഞങ്ങൾ ഹാളുകളില്ലാതെ വിഷമിക്കുക. ഉള്ള ഹാളിൽ ഇടയില്ലെന്ന്. ഹല്ലേലൂയ. ഒരു 10 കൊല്ലം മുമ്പായി യോഗ ഇവിടെ നടന്നെങ്കിൽ ഇത്രയും പേരൊന്നും കാണത്തില്ല. വളരെ ചുരുക്കം ആളുകൾ. ഇത്രയാളെങ്ങനെ വന്നേന്ന് ഞാൻ പറയട്ടെ. ഇത്രയാൾ വരാനൊരു കാരണം, ആ 10 കൊല്ലങ്ങൾക്കപ്പുറത്ത് ഇതുവഴി ട്രാക്റ്റും കൊടുത്ത് തലങ്ങും വിലങ്ങും നടന്ന ഒരു പറ്റം പാവം മനുഷ്യൻ, ഒറ്റപ്പെട്ട
ഇടങ്ങളിൽ യേശുവിനെ പ്രസംഗിച്ച നിഷ്കളങ്കരായ കുറെ പ്രസംഗകർ. അന്നത് കേട്ടപ്പോ വലിയ ആവേശമൊന്നും വന്നില്ലെങ്കിലും അവർ വാരി വിതറിയ വചനം ഈ അന്തരീക്ഷത്തിൽ അങ്ങ് കേട്ടത്. അതിന്റെ ഫലപ്രാപ്തിയുടെ തെളിവാ ഇന്നിവിടെ ഇരിക്കുന്ന നിങ്ങളും ഞാനുമെങ്കിൽ ഒന്ന് ഉറപ്പിച്ചുകൊള്ളണം. ഇനിയും വരും ഒരു പുതുതലമുറ ഈ വഴിയിലൂടെ. ഇനിയും വരും യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന ഒരു പുതുതലമുറയുടെ ആവിർഭാവം. എന്താ കാര്യം? ഞങ്ങളുടെ പ്രസംഗം കേവലം വാക്കായിട്ടല്ല, ദൈവകൃപയോടെ, ദൈവാത്മാവിന്റെ ശക്തിയോടെ, പരിശുദ്ധാത്മാവിന്റെ നിറവോടെ ആണ് അത് ഇടപെട്ടത്. അതുകൊണ്ട് നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ. ആ ഒരൊറ്റ വചനം തൊട്ടു ഉരുമിപ്പോകാൻ എനിക്ക് നേരം. എല്ലായിടത്തുമുള്ള എല്ലാ മനുഷ്യരുടെയും ജാതി മത വർണ്ണവർഗങ്ങൾക്ക് അപ്പുറത്തുള്ള വിടുതലാണ് ദൈവത്തിന്റെ ഇഷ്ടം. അത് വചനം പറയാ, ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ആ ശുദ്ധീകരണത്തിനായിട്ട് എന്താ ചെയ്തേ? തന്റെ പുത്രനെ ക്രൂശിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ പിതാവിന് ഇഷ്ടം തോന്നി. ആ രക്തത്തിലൂടെയാ നമുക്ക് വീണ്ടെടുപ്പ് ഇന്ന് രാത്രി സാർത്ഥകമാക്കി തന്നിട്ടുള്ളത്. ഈ വീണ്ടെടുപ്പ് ജീവിതത്തിലേക്ക് കരഗതമാക്കിയ സ്വർഗീയ ഇഷ്ടം നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ അർത്ഥവത്തായി തീരും. വീടുകളിൽ നിന്ന് നരകസമാനമായ ജീവൽ പ്രതിസന്ധിയിലല്ലേ? ഒരു വിടുതൽ ആഗ്രഹിച്ച ആരുണ്ട് ഭവനത്തിൽ? അല്ലെങ്കിൽ ഇവിടെ എനിക്കൊരു വിടുതൽ വേണം, എനിക്ക് ഈ കെട്ടുകളെ പൊട്ടിച്ചൊന്ന് ഇറങ്ങി വരണം. ആർക്കാഗ്രഹമുണ്ട്? ആഭിചാര കർമ്മങ്ങളുടെ, മാന്ത്രിക ശക്തികളുടെ ഇരുട്ടിന്റെ കൂടാരങ്ങളായി അതപ്പതിക്കപ്പെട്ടു പോയ വീട്ടുകൾ, പ്രാർത്ഥനയില്ല, ആരാധനയില്ല, ദൈവകൃപയുടെ വ്യാപനമില്ല, ചടങ്ങുകൾ മാത്രമായി ജീവിതം അവസാനിച്ചപ്പോ ഈ ദൈവജനത്തിന് വാഴാൻ, ദൈവപരിശുദ്ധാത്മാവിന് വാഴാൻ ഇടമില്ലാത്ത വിധത്തിൽ കെട്ടികിടക്കപ്പെട്ട ഭവനങ്ങളിലേക്ക് ഈ രാത്രി ദൈവജനത്തിന്റെ വെളിച്ചം, ദൈവ ആത്മാവിന്റെ വെളിച്ചം, ക്രിസ്തുവാകുന്ന വെളിച്ചം കടന്നു വരത്തക്ക വിധം ആര് ഹൃദയം തുറക്കും? ഒന്നുറപ്പിക്കണം. നിങ്ങളും ഞാനും ഒരേ സ്വരത്തിൽ ഇന്ന് ആ ദൈവത്തെ വിളിക്കണം, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അങ്ങനെ വിളിക്കാൻ സാധിക്കണമെങ്കിൽ ദൈവ കുടുംബത്തിൽ ജനിക്കണം. ആ ജനത്തിന്റെ പേരാണ് വീണ്ടും ജനനം. ആ വീണ്ടും ജനനം സിദ്ധിച്ചവൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ യേശു പഠിപ്പിച്ചതുപോലെ നിമജ്ജന സ്നാനം ചെയ്യണം, ആത്മനിറവിനെ പ്രാപിക്കണം, അവിടുത്തെ വരവിനായി കാത്തിരിക്കണം. ആ പിതാവിന്റെ പൈതൃക ബോധത്തെ, പുത്രന്റെ രക്ഷകർത്തൃത്വത്തെ, പരിശുദ്ധാത്മാവിന്റെ നേതൃനായകത്വത്തെ ഹൃദയത്തിൽ ഉൾക്കൊണ്ടുവേണം ഏതൊരാളും ഇന്ന് മടങ്ങും. അതിന് കഴിയാത്ത ഒരാളെങ്കിലും ഇന്നിവിടെ ഇരിപ്പുണ്ടെങ്കിൽ, ഇന്ന് അവിടുന്ന് പുനരാഗമനം ചെയ്യുമെങ്കിൽ കൈവിടപ്പെടാതിരിക്കാൻ നിങ്ങൾക്ക് കിട്ടിയ ഒടുവിലത്തെ അവസരം ഉപയോഗിച്ചിട്ട് പറയാ, നാഥ, ഞങ്ങൾ അങ്ങയെ വിശ്വസിക്കുന്നു. എന്റെ ബന്ധനങ്ങളെ തകർത്ത്, എന്റെ ഇരുട്ടുകളെ തകർത്ത്, എന്റെ കുടുംബം നേരിടുന്ന വിപത്തുകളെ മാറ്റി, എന്റെ അവസ്ഥയ്ക്ക് ഭേദം വരുത്തി ഒരു പുതിയ അനുഭവത്തോട് അങ്ങേ അനുധാവനം ചെയ്യാം ശക്തി തരണമെന്ന് പ്രാർത്ഥിക്കാം. ആർക്ക് വേണം ഈ ദൈവകൃപ? ആർക്ക് വേണം ഈ ദൈവശക്തി? എന്റെ കുടുംബത്തിലൊരു സമാധാനം, എന്റെ മകന് സമാധാനം, എന്റെ മകൾക്ക് സമാധാനം, ജീവിതത്തിന്റെ ഉയർച്ചകൾ, മദ്യം തകർത്തെറിഞ്ഞ കുടുംബത്തിന് ആശ്വാസം. പ്രിയരെ, ഒരു കൗൺസിലിങ്ങിനും, മുമ്പ് പറഞ്ഞ ഒരു ബോധവൽക്കരണത്തിനും, ഒരു കൂട്ടകോട്ടത്തിനും, മറ്റൊരു തീരുമാനത്തിനും തരാൻ കഴിയാത്ത ഒന്ന് തരാൻ കഴിവുള്ള ഒരുവനേ ഉള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു ഇന്ന് രാത്രി നിന്റെ ബന്ധനങ്ങളെ അടിക്കുന്നു, ആ കെട്ടുകളെ അടിക്കുന്നു. ക്രൂശിച്ചൊരിഞ്ഞ പുണ്യാക രക്തം നിമിത്തം നിനക്ക് വിടുതലും വിമോചനവും കൽപ്പിക്കുന്നു. ആ നസ്രായനായ യേശുവിന്റെ ക്രൂശിൽ നൽകുന്ന പുണ്യാക രക്തത്തിൽ അഭയം പ്രാപിച്ചിട്ട് പറയണം, പാപിയായ ഞാനിതാ എന്റെ പാപത്തെ നിന്റെ രക്തത്താൽ കഴുകുവാൻ ഏൽപ്പിക്കുന്നു. അങ്ങനെ ദൈവ കുടുംബത്തിലെ അംഗമാകുമ്പോൾ പ്രാഗൽഭ്യ ബോധത്തോടെ വിളിക്കാൻ സാധിക്കും, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. കണ്ണുകളടച്ചട്ടെ, പ്രാർത്ഥന കരുക. ഈ നാഥനോട് പ്രാർത്ഥിച്ചു. ഈ ദൈവം ഇന്ന് രാത്രി നമ്മെ സംരക്ഷിക്കട്ടെ. ആർക്ക് വേണം കേൾക്കപ്പെട്ട വചനത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, എന്റെ കുടുംബത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, ഒരു വിടുതലിനായി ഒന്ന് പ്രാർത്ഥിക്കണം. ആഗ്രഹമുള്ള ദൈവമക്കളെ,
ആഗ്രഹമുള്ള പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നിങ്ങൾ ഭവനത്തിലായിരിക്കാം, അല്ല ഇവിടെ തന്നെ ഉണ്ടാകാം. എനിക്കായി പ്രാർത്ഥിക്കണം, എൻ്റെ കുടുംബത്തിനായി, മദ്യം തകർത്തെറിഞ്ഞ എൻ്റെ ജീവിതത്തിനായി, എൻ്റെ മകന് വേണ്ടി, എൻ്റെ മകൾക്ക് വേണ്ടി, ഭാവിയുടെ വഴികൾ ഇരുളടഞ്ഞ മുന്നോട്ട് പോകാനാവാത്ത വിധം പ്രതിസന്ധികൾക്കകത്ത് കുരുങ്ങിക്കിടക്കുന്ന എൻ്റെ കുടുംബത്തിനായി ഒന്ന് പ്രാർത്ഥിക്കണം. ആർക്കാഗ്രഹമുണ്ട്? അങ്ങനെയുള്ളവർ മാത്രം കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒരു പ്രിയപ്പെട്ട പിതാവ് കരമുയർത്തുന്നു, ഒരു മാതാവ് കരമുയർത്തുന്നു. വേറെ ആരുണ്ട്? എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി ഒരു സ്വസ്ഥത തരാൻ കഴിയുന്ന യേശുവിനോട് പ്രാർത്ഥിക്കാൻ വീണ്ടും ഒരു പ്രിയപ്പെട്ടവൻ കരമുയർത്തുന്നു. പുതുതായി ആരുണ്ട്? ആത്മപ്രേരണയുള്ള ആർക്കും കരമുയർത്താം. കരമുയർത്തിയവർക്ക് താഴ്ത്തിയില്ല. പുതുതായിട്ട് ആരുണ്ട്? ഞങ്ങളുടെ ദൃഷ്ടിയിൽപ്പെടാതെ ആരെങ്കിലും പുറത്തു നിൽപ്പുണ്ടോ? യേശു നിങ്ങളെ കാണുന്നുണ്ട്, കർത്താവ് നിങ്ങളെ കാണുന്നുണ്ട്. ഞാനൊരു വാക്കിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായി സമർപ്പണം ചെയ്യുക. അങ്ങയുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തോട് കൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു എന്നരുളി. കരമുയർത്തിയ പ്രിയപ്പെട്ടവരിൽ യൗവനക്കാരുണ്ട്, പിതാക്കന്മാരുണ്ട്, മാതാവുണ്ട്, സഹോദരിമാരുണ്ട്. അവരാവശ്യകത അറിഞ്ഞു ഒന്ന് പ്രവർത്തിക്കണമേ. അവരെ തകർക്കുന്ന, അവരുടെ വഴികളുടെ മുന്നേറ്റത്തിന് തടസ്സമിടുന്ന, അവരുടെ ഗമനത്തിന്റെ മുഴുവൻ മണ്ഡലങ്ങളെയും കെട്ടികിടക്കുന്ന തിന്മയുടെ ആത്മാവ് തകർന്നു പോകട്ടെ. ഇരുട്ടിന്റെ ആത്മാവ് മാറിപ്പോകട്ടെ. മദ്യപാനത്തിന്റെ ലഹരിയുടെ, തിന്മയുടെ പലവിധത്തിലെ ആസൂത്രണ പദ്ധതികൾ ഇട്ടുകൊണ്ട് തകർക്കുന്ന ദുഷ്ടന്റെ തീയമ്പുകൾ മുഴുവൻ തകരട്ടെ. ആ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ, ആ വ്യക്തി അനുഗ്രഹിക്കപ്പെടട്ടെ. ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാതെ ഒരാളെങ്കിലും ഇന്നങ്ങേ സ്വീകരിച്ചെങ്കിൽ, സ്വർഗസ്ഥ പിതാവിന്റെ കാരുണ്യവശത്തിന് ഏൽപ്പിച്ചെങ്കിൽ, നീ തൊട്ട് ബലപ്പെടുത്തി സൗഖ്യത്തോടെ അയക്കാൻ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ. എല്ലാവർക്കും ഒരിൽ കൂടി വന്ദനം. പ്രിയപ്പെട്ട കർത്തൃദാസനെയും കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ വചനം കേട്ട ഏവരെയും ദൈവസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ നിർത്തുന്നു. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ.